ഹലോ മക്കൾസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. എന്താണ് മക്കളുടെ വിശേഷം? ഉഷാറല്ലേ? എന്താണ് എല്ലാവരും ഹാപ്പി അല്ലേ? അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അല്ലേ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അധിനിവേശവും ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ പോരൂ എൻ്റെ കൂടെ ഇല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കൂടെ പോരി. നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ അടിപൊളിയാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ആക്കി തരും അല്ലേ. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ചാപ്റ്ററാണ്, കുറച്ച് ലെങ്ത് ഉള്ള ചാപ്റ്റർ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്. ഇതിൽ പല ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഷോർട്ട് ആക്കിയിട്ടും ചിലത് എന്ത് ചെയ്യും, കോഡുകളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും, സാർ എന്ത് ചെയ്യും, മാറ്റി തരും. നിങ്ങൾ ഓക്കെ ആണോ? സെറ്റ് അല്ലേ? നമുക്ക് നോക്കി അല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ചെറുപ്പം തൊട്ടേ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ, വാസ്കോഡ ഗാമ അല്ലേ? വാസ്കോഡ ഗാമ ആരാ? ഈ വാസ്കോഡ ഗാമ ഏത് രാജ്യക്കാരനാ? പോർച്ചുഗീസുകാരല്ലേ. നമുക്കറിയാം വാസ്കോഡ ഗാമ കാപ്പാട് തീരത്ത് കപ്പലിറങ്ങി എന്നൊക്കെ നമ്മളിങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കേട്ടുപോരുന്ന കാര്യം അല്ലേ. എന്താ ഇതൊക്കെ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, നോക്കാം അല്ലേ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാരാണോ? ആണോ? അല്ല. നമ്മുടെ നാട്ടിൽ ആദ്യം ആരുണ്ടായിരുന്നു? അറബികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരുണ്ടായിരുന്നു? നമ്മുടെ നാട്ടിൽ ചൈനക്കാരുണ്ടായിരുന്നു അല്ലെ. അറബികൾ ഉണ്ടായിരുന്നു, ചൈനക്കാർ, അങ്ങനത്തെ കുറെ ആൾക്കാർ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇവിടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. ആ ഒരു സമയത്ത് കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരാണ് ആര്? പോർച്ചുഗീസുകാർ. ചോദ്യം എങ്ങനെയാണ് അല്ലെ? കടൽ മാർഗം സമുദ്രപാത വഴി ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാ? അത് നമ്മുടെ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള ഏത് രാജ്യമാണ്? ഏതാണ്? പോർച്ചുഗീസ് അല്ലെ. നമ്മുടെ പോർച്ചുഗൽ, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്വന്തം പോർച്ചുഗൽ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് സമുദ്രപാത വഴി വന്ന ആദ്യത്തെ വിദേശികൾ അതാരാ? അത് പോർച്ചുഗീസുകാരാണ് അല്ലെ. ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലെ. പോർച്ചുഗീസുകാർ മാത്രമേ വന്നിട്ടുള്ളൂ? അല്ല, അവരുടെ ശേഷം പിന്നീട് ആര് വന്നു? ഡച്ചുകാർ വന്നു അല്ലെ. ആര് വന്നു? ഡച്ചുകാർ അല്ലെ. ഡച്ച് എന്ന് പറഞ്ഞ ഏത് രാജ്യം? ഏതാ? നെതർലൻഡ് എന്ന് വിളിക്കുമല്ലോ നമ്മള്, ഹോളണ്ട് എന്നൊക്കെ വിളിക്കൂ. ആ രാജ്യമാണ് ഇത്, ഡച്ച്. അപ്പൊ പോർച്ചുഗീസുകാരുടെ ശേഷം ആര് വന്നു? ഡച്ചുകാർ വന്നു. പിന്നീട് ആര് വന്നു? ദ ലെജൻഡറി ബ്രിട്ടൻ അല്ലെ. നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെ, നമ്മുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് ഓടി വരുന്ന നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള രാജ്യം അതേതാ? ബ്രിട്ടൻ അല്ലേ. അപ്പൊ എന്താണ്, ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നീട് ആര് വന്നു? ഡച്ചുകാർ വന്നു, പിന്നീട് ആര് വന്നു? ബ്രിട്ടൻ വന്നു, പിന്നീട് ആര് വന്നു? ഫ്രാൻസ് അല്ലെ, ഫ്രഞ്ചുകാര് വന്നു. ഇവർ 4 രാജ്യക്കാർ മാത്രമാണോ ഇന്ത്യയിലേക്ക് വന്നത്? ആണോ? അല്ല, മറ്റൊരുപാട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഡെൻമാർക്ക് എന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് കേട്ടോ. ഈ ഒരു ഓർഡർ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഞാൻ നോക്കേ, നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന യൂറോപ്യന്മാർ, കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തികൾ അതാരാ? പോർച്ചുഗീസ്. ആരാണ്? പോർച്ചുഗീസ് അല്ലെ. രണ്ടാമത് വന്ന ആളുകൾ ആരാ? രണ്ടാമത് വന്ന ആളുകള് ഡച്ച് അല്ലെ. ഡച്ച് അതായത് നമ്മുടെ നെതർലൻഡ് അല്ലെ. മൂന്നാമത് വന്ന ആളുകൾ ആരാ? അത് ബ്രിട്ടൻ ആണ് അല്ലെ. ആരാണ്? ബ്രിട്ടൻ ആണ് അല്ലെ. നാലാമത് വന്ന ആളുകൾ ആരാണ്? ഫ്രഞ്ചുകാരാണ് അല്ലെ. ആരാണ്? ഫ്രഞ്ചുകാരാണ് അല്ലെ. ഈ ഒരു കോഡ് ഒന്ന് നോക്കിയേ. അതായത് ആദ്യം വന്നതാരാ? പോർച്ചുഗീസുകാർ. രണ്ടാമത് വന്നതാരാ? ഡച്ചുകാര്. മൂന്നാമതാരാ? ബ്രിട്ടൻ. നാലാമതാരാ? ഫ്രഞ്ച് അല്ലെ. ഇതിനൊരു കോഡാണ്. ഇതെന്താണ്? പോഡ ബീഫെ. ഇത് സാറുണ്ടാക്കിയ കോഡല്ല കേട്ടോ. നമ്മൾ കാലാകാലങ്ങളായിട്ട് കൈമാറി പോരുന്ന ഒരു കോഡാണ് ഇത്, പോഡ ബീഫെ അല്ലെ. ഞാൻ ചോദിക്കട്ടെ, കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാര് ആരാ? അത് നമ്മുടെ പോർച്ചുഗൽ. രണ്ടാമതാരാ? ഡച്ചുകാര്. മൂന്നാമതാരാ? ബ്രിട്ടൻ. നാലാമതാരാ? ഫ്രാൻസ്. സെറ്റ് അല്ലേ? ഈ ഓർഡർ കിട്ടൂലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? വളരെ കഷ്ടപ്പെട്ട് യൂറോപ്പിൽ നിന്ന് കപ്പലൊക്കെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം?
ആ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്പൈസസ് ഉണ്ടായിരുന്നു അല്ലെ, നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെ. എന്താണ് നമ്മുടെ ബ്ലാക്ക് പെപ്പർ, നമ്മുടെ കുരുമുളക് വൻ ഡിമാൻഡാ. യൂറോപ്പിൽ നമ്മുടെ നാട്ടിലെ കുരുമുളകിന് വൻ ഡിമാൻഡാ കേട്ടോ. അപ്പൊ എന്താണ് കുരുമുളക്, അതുപോലെ തന്നെയാണ് ഏലം, ഇഞ്ചി, ഗ്രാമ്പു, ഇങ്ങനത്തെ ഒരുപാട് സ്പൈസസ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലെ. ഈ സ്പൈസസിനൊക്കെ എന്തുണ്ടായിരുന്നു, യൂറോപ്പിലെ മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു അല്ലെ. എന്തിനാ അവർക്ക് ഇത്, ഈ സ്പൈസസ് ഒക്കെ എന്തിനാ, ബിരിയാണി വെക്കാനാണോ? ഫുഡ് ഐറ്റംസിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷനാണ് എന്ത്, പഴയ കാലത്ത് ഫ്രിഡ്ജ് ഉണ്ടോ, നമ്മുടെ റെഫ്രിജറേറ്റർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കപ്പലിലൊക്കെ യാത്രകൾ പോകുന്ന സമയത്ത് ഒരു മീറ്റിലെ ഇറച്ചി, ചിക്കനും ബീഫൊക്കെ എന്ത് ചെയ്യണം, കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് ഈ സ്പൈസസ് എന്ത് ചെയ്യും, ഇവര് ആഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, കുറെ കാലത്തിന് എന്ത് കിട്ടും, ലൈഫ് കിട്ടും. ഈ മീറ്റൊക്കെ എന്ത് ചെയ്യും, കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു പർപ്പസ് ആയിരുന്നു എന്ത്, ഇവിടുന്ന് ഈ സ്പൈസസ് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കേട്ടോ. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. നോക്കു മക്കളെ, ഞാൻ ചോദിക്കട്ടെ, അത്രയും കഷ്ടപ്പെട്ട് നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇവിടുന്ന് സ്പൈസസ് ഒക്കെ കൊണ്ടുപോയത് എന്തിനാ? എന്താ അങ്ങനെ കൊണ്ടുള്ള കാരണം എന്താ? അതായത് ആ കാരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം അല്ലെ. എന്നോട് നോക്ക്, യൂറോപ്പിൽ നിന്ന് കിഴക്കോട്ടുള്ള സമുദ്രപാത കണ്ടെത്താൻ നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു മാപ്പ് കാണിച്ചു തരാം. അതായത് നോക്കു മക്കളെ, ഈ ഒരു മാപ്പ് അല്ലെ, ഈ ഒരു മാപ്പിൽ കുറച്ച് രാജ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇങ്ങോട്ടേക്ക് നോക്കി. നമ്മുടെ ഇന്ത്യയുടെ നമ്മളെവിടെ കിടക്കണേ, നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കിടക്കുന്നത് അല്ലെ. കേരളത്തില് ഇവിടെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കിടക്കുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ ഇന്ത്യ അല്ലെ. ഇവരൊക്കെ നമ്മുടെ പോർച്ചുഗീസുകാരും ഇവരൊക്കെ വന്നത് ഏത് കോണ്ടിനെന്റ് എന്നാ, ഏത് ഇന്നാണ് ഭൂഖണ്ഡം? നമ്മുടെ യൂറോപ്പ് എന്നല്ലേ. എവിടെ നിന്നാ വന്നത്? യൂറോപ്പ് എന്നാ വന്നത് അല്ലെ. ഈ യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റൂട്ട് ഉണ്ടായിരുന്നു. ഇതിലൂടെ ഉള്ള ഒരു റൂട്ട്, നമ്മുടെ യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റൂട്ട് ഉണ്ടായിരുന്നു. ആ റൂട്ടിലുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ. എന്താ സ്ഥലത്തിന്റെ പേര്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം എന്ത് ചെയ്യാണ്, 1453 നമ്മുടെ തുർക്കികൾ വന്നിട്ട് എന്ത് ചെയ്തു, കീഴടക്കി. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ വന്നിട്ട് എന്ത് ചെയ്തു, കീഴടക്കി. എന്നിട്ട് തുർക്കികൾ പറയാണെന്ത്, ഈ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് ഇനി ആരും പോവണ്ട, യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് എന്ത് ചെയ്യണ്ട, ഇനി ആരും പോവണ്ട, ഈ വഴി കൂടെ ഈ വഴി ഞങ്ങൾ എന്ത് ചെയ്യാണ്, അടുക്കാണെന്ന് അല്ലെ. ഈ വഴി ഞങ്ങൾ എന്ത് ചെയ്യാണ്, ക്രോസ് അല്ലെ. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കി. എന്നിട്ട് തുർക്കികൾ പറഞ്ഞെന്ത്, ഇവിടെ കീഴടക്കിയിട്ട് പറഞ്ഞെന്ത്, ഇത് ഞങ്ങളുടെ ഏരിയ അല്ലെ, ഇനി എന്ത് ചെയ്യണ്ട, ഇത് കൂടെ ആരും എന്ത് ചെയ്യണ്ട, ഏഷ്യയിലേക്ക് പോവണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, പിന്നെ എങ്ങനെയാ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരിക? ആകെ ലോക്കായില്ലേ. ആ സമയത്ത് ഇവരെന്ത് ചെയ്തു, ഇങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്, ഇതിലൂടെ കടൽ വഴി ഇങ്ങനെ ചുറ്റിച്ചില്ലേ, ഒരുപാട് കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തി, ഇന്ത്യയിൽ എത്തിയില്ലേ. എന്നുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ, യൂറോപ്പിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടോ, കടൽ മാർഗം ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഇവിടെ എത്തി അല്ലെ. അപ്പോൾ യൂറോപ്പിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് കടൽ മാർഗം സമുദ്രപാത കണ്ടെത്താൻ, യൂറോപ്പിൽ നിന്ന് കിഴക്കോട്ടുള്ള സമുദ്രപാത കണ്ടെത്താൻ നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ. വെറുതെ അവിടുന്ന് പോലെ ഇങ്ങോട്ട് വണ്ടി വിളിച്ച് വരുമോ? ഒരു സമുദ്രപാതയ്ക്ക് വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തി വരുമോ? ഇല്ല. ആ വരുന്നതിന്റെ പിന്നിൽ ഒരുപാടില്ലേ ലക്ഷ്യങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അതെന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. Okay, what were the reasons that led to the search for a sea route from Europe to the east? യൂറോപ്പിൽ നിന്നും കിഴക്കോട്ട് ഒരു പുതിയ സമുദ്രപാത രൂപീകരിക്കാൻ, അത് കണ്ടെത്താനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാ അല്ലെ. ഒന്നാമത്തെ പോയിന്റ് ഒക്കെ, യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി അല്ലെ. എന്താണ്? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് നാവിഗേഷൻ ബൈ യൂറോപ്യൻസ്. അതായത് അല്ലെ, നമ്മൾ എന്ത് ചെയ്യാണ്, കടൽ മാർഗം എന്ത് ചെയ്യാണ്, പുതിയൊരു റൂട്ട് എന്ത് ചെയ്യാണ്, കണ്ടെത്താണ്. അത് കണ്ടെത്താൻ എന്ത് ചെയ്തു, ഇവരെ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ, ഇവര് ഈ കപ്പൽ നിർമ്മാണം അല്ലെ, കപ്പൽ നിർമ്മാണത്തിലും അതുപോലെ കപ്പൽ യാത്രയിലൊക്കെ നല്ല സാങ്കേതിക വിദ്യ, ടെക്നോളജി ഇവരുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് തോന്നൂലേ, എൻ്റെ അടുത്ത് നല്ല കപ്പലുണ്ട്, എനിക്ക് നല്ല കപ്പലിന്റെ ഡ്രൈവിംഗ് അറിയാം, ആ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്
ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ നമുക്ക് പുതിയ റൂട്ടൊക്കെ കണ്ടെത്തി പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ പോയാലോ, പുതിയ പുതിയ സ്ഥലങ്ങൾ ഈ ലോകത്തുണ്ട്, അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് അവിടെ നമ്മൾ ആധിപത്യം സ്ഥാപിച്ചാലോ, അത് നമുക്ക് തോന്നൂലേ? ഇല്ലേ? അപ്പൊ എന്ത് ചെയ്തു, ഇവരെ കയ്യിൽ കപ്പലൊക്കെ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, പുതിയ റൂട്ടുകൾ കപ്പൽ വഴി എന്ത് ചെയ്യാം കണ്ടെത്താം, എന്നിട്ട് അവിടെയൊക്കെ നമ്മുടെ സ്ഥലമാക്കിയിട്ട് എന്ത് ചെയ്യാം മാറ്റാം, അല്ലേ? അങ്ങനെ എന്ത് ചെയ്യാണ്. അപ്പൊ അതൊരു കാരണമായി ഈ സമുദ്രപാത, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താനുള്ള ഒന്നാമത്തെ ഒരു കാരണം എന്താ? ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ എന്തുണ്ട്, കപ്പലുകളുണ്ട്, അല്ലെ? അതുപോലെ തന്നെ ഈ കപ്പൽ എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ള നാവിഗേഷൻ, കപ്പൽ യാത്രക്ക് ഇവർക്ക് അറിയാം. കപ്പൽ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അത് ഓട്ടാൻ അറിയൂലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇവർക്ക് കപ്പലും ഉണ്ട്, അത് ശരിക്കും ഓട്ടാനും അതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാം, അല്ലേ? അപ്പൊ ഇവരെന്ത് ചെയ്തു, പുതിയ റൂട്ടുകളൊക്കെ എന്ത് ചെയ്തു കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ശ്രമിച്ചു. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. എടാ ഇന്നത്തെ പോലെ എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിയിട്ട് ലൊക്കേഷനൊക്കെ കണ്ടെത്താൻ പറ്റുമോ? അന്ന് ഇല്ല. അന്ന് ഇവരെന്ത് ചെയ്യാണ്, ജിയോഗ്രഫിയിൽ കൂടുതൽ പഠിച്ചു. അപ്പൊ ഇവർക്ക് മനസ്സിലായെന്ത്? മനസ്സിലായി നമ്മുടെ യൂറോപ്പിന്റെ കുറെ അപ്പുറത്ത് ഏഷ്യ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പൊ നമ്മൾ ഈ കടൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എത്താം. ഭൂമി ഉരുണ്ടിട്ടാണ്. അങ്ങനെ കുറെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കുറെ പഠനങ്ങൾ ഇവർ നടത്തി. അപ്പൊ ഇവർക്ക് മനസ്സിലായെന്ത്? നമുക്ക് ഈ കര വഴി മാത്രമല്ല, കടൽ വഴി ഇങ്ങനെ തിരിഞ്ഞു പോയാൽ നമുക്ക് എവിടെ എത്താം, നമുക്ക് ഇന്ത്യയിൽ എത്താൻ എന്ത് ചെയ്തു അവര് മനസ്സിലാക്കില്ലേ? ഗ്രോത്ത് ഇൻ ജോഗ്രഫിക്കൽ നോളജ്. അടുത്തൊരു പോയിന്റ് എന്താ? ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം. ഏതൊക്കെയാണ്? കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, അല്ലെ? അഡ്വാൻസ്മെന്റ് ഇൻ കോമ്പസ്, അല്ലെ? അഡ്വാൻസ്മെന്റ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്, അല്ലെ? ദാറ്റ് ഹെൽപ്ഡ് ഇൻ നാവിഗേഷൻ. കപ്പലുണ്ട്, അല്ലെ? കപ്പലുണ്ട്, കപ്പൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനും അറിയാം, അല്ലെ? പിന്നെ ഇവര് ജോഗ്രഫിയും പഠിച്ചു. അതായത് ഇങ്ങനെ കടലിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ ചില ഭൂഖണ്ഡങ്ങൾ, കോണ്ടിനെന്റ്സ് ഒക്കെ ഉണ്ട്, അവിടെ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടിച്ചു മാറ്റി പോരാ. അങ്ങനെ ഇവരെന്ത് ചെയ്തു, കപ്പലുണ്ട്, നല്ല ഡ്രൈവിംഗ് അറിയാം, ജോഗ്രഫിയും പഠിച്ചു. കപ്പല് മാപ്പ് ഇടാൻ കഴിയോ? ഗൂഗിൾ മാപ്പ് ഉണ്ടോ? ഉണ്ടറാ. ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പ്, അല്ലെ? ഹേ ശ്രീ, നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു, മാപ്പ്, അല്ലെ? നമ്മളെന്താണ് മാപ്പ്, ഗൂഗിൾ മാപ്പ് അല്ല, മറ്റേന്താണ് ഒറിജിനൽ മാപ്പ്, അതിൽ ഇവർ കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പഠനങ്ങളിലൂടെ എന്ത് ചെയ്തു, അവർക്ക് എന്ത് ചെയ്തു, ഈ ഒരു റൂട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ കോമ്പസ്, ദിശ. ഒരു നടുക്കടൽ നിങ്ങളെ കൊണ്ടുപോയിട്ടാ ഈ സൈഡിലേക്ക് നോക്കിയാൽ എന്തായിരിക്കും, ആ സൈഡിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് തോന്നും നേരെ പോയാൽ മതി. നേരെ ഇങ്ങനെ തിരിച്ചു നോക്കിയാലും അപ്പോൾ ഒരേപോലെ ആയിരിക്കും, ഈ സൈഡിലേക്ക് നോക്കിയാലും ഒരേപോലെ ആയിരിക്കും. കടലിന്റെ നടുവിൽ നിങ്ങൾ പെട്ടാല്, അല്ലേ? ഏത് സൈഡിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് ഒരേപോലെ ആയിരിക്കും. ആകാശത്തേക്ക് നോക്കിയാലും ഒരേപോലെ ആയിരിക്കും, താഴെ കടലിലേക്ക് നോക്കിയാലും ഒരേപോലെ ആയിരിക്കും, സൈഡിലേക്ക് നോക്കിയാലൊക്കെ നമുക്ക് ഒരുപോലെ ഫീൽ ചെയ്യൂലേ? അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോവാ? ആകെ കൺഫ്യൂഷനായി നിന്ന് കറങ്ങൂലേ? പക്ഷെ ആ സമയത്ത് ഇവർ എന്ത് കണ്ടുപിടിച്ചു? കോമ്പസ് കണ്ടുപിടിച്ചു, അല്ലെ? എന്താ കോമ്പസ്? ദിശ അറിയാൻ സഹായിക്കും, അല്ലെ? ഡയറക്ഷൻ അറിയാന്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്തു, കടലിൽ കൂടെ അങ്ങനെ ഡയറക്ഷൻ ഒക്കെ കിട്ടിയ ഒരു റൂട്ട് കണ്ടെത്താൻ എന്ത് ചെയ്തു അവരെ സഹായിച്ചു എന്നുള്ളതാണ്. അടുത്തെന്താ? പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. നോളജ് ഷെയർഡ് ത്രൂ ട്രാവലോഗ്സ് അബൌട്ട് ദ ന്യൂ ലാൻഡ്സ് ആൻഡ് ദെയർ വെൽത്ത്, അല്ലെ? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം കുറെ ടീം കര വഴി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പിന്നെ ആ കോൺസ്റ്റാന്റിനോപ്പിൾ അടച്ചപ്പോഴല്ലേ കടൽ മാർഗം വഴി കണ്ടെത്താൻ ശ്രമിച്ചത്, അല്ലെ? അപ്പൊ നോക്ക്, ആദ്യം ഇവിടെ വന്ന ടീമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ അങ്ങകലെ ഏഷ്യയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്ത് ഒരുപാട് സമ്പത്ത് ഉണ്ട്, ആ രാജ്യത്ത് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, അവിടെ ഒരുപാട് സ്പൈസസ് ഉണ്ട്, അവിടുത്തെ ആളുകളെ നമുക്ക് പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും, അവിടെ നമുക്ക് വ്യാപാരം ട്രേഡിൽ ഏർപ്പെടാൻ പറ്റും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന്. അങ്ങനെ അവിടെ പോയ ആളുകൾ അവിടുത്തെ ആളുകളെ കുറിച്ചും ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചും ഇവിടുത്തെ വിഭവങ്ങളെ കുറിച്ചും ഇവിടുത്തെ സ്പൈസസ്, ഇവിടുത്തെ കൃഷി, ഇവിടുത്തെ ഇൻകം, വരുമാനം, ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ട്രാവലോഗ്സ്, അല്ലെ? യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇന്നിപ്പോ നമ്മൾ യാത്രാ വിവരണങ്ങൾ എഴുതൽ കുറവാ, പക്ഷെ എന്നാലും നമ്മൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ട്രാവൽ വ്ളോഗ്സ് നമ്മൾ കാണാറുണ്ട്, അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം, വ്ളോഗ് കാണണം. നമ്മൾ കശ്മീർ ഹിമാലയത്തിലൂടെയുള്ള ഒരു വ്ളോഗ് കണ്ടാൽ നമ്മൾ കശ്മീർ ഹിമാലയത്തിൽ പോവാൻ നമുക്ക് പൂതിയാവൂലേ? ആവൂലേ? നമുക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാണ്, ലഡാക്ക് അല്ലെങ്കിൽ കുളു, മണാലി താഴ്വരകളിലെ ഇതിൻ്റെയൊക്കെ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ട്രിപ്പുകളൊക്കെ പോകും. അതേപോലെ പഴയ കാലത്ത് പോയ ആളുകൾ അവിടെ കണ്ട കാര്യങ്ങളും അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, പുസ്തകത്തിൽ എന്ത് ചെയ്തു, എഴുതി വെച്ചു. ട്രാവലോഗിലെ യാത്രാ വിവരണങ്ങളായിട്ട് എന്ത് ചെയ്തു,
എഴുതി വെച്ചു. ഈ എഴുതി വെച്ച സാധനങ്ങൾ എന്ത് ചെയ്തു? വായിച്ച ആളുകൾക്ക് ഭയങ്കര ഒരു ത്വര അല്ലെ, എന്താണ് ഒരു ത്വര, ഒരു എന്താണ് ഉള്ളിലൊരാഗ്രഹം. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ നാട്ടില്, നമുക്ക് എന്ത് ചെയ്യണം? അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം? അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അവിടുത്തെ സമ്പത്ത് നമുക്ക് കൈക്കലാക്കണം അല്ലെ, അവിടുത്തെ എന്താണ് സ്പൈസസ് ഒക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ആ ഒരു സാധനമൊക്കെ എന്ത് ചെയ്തു? അവരുടെ ഉള്ളിൽ വന്നു അല്ലെ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? നോളജ് ഷെയർഡ് ത്രൂ ട്രാവലോഗ്സ് അബൌട്ട് ദ ന്യൂ ലാൻഡ്സ് ആൻഡ് ദെയർ വെൽത്ത്. അവരുടെ സമ്പത്തിനെ കുറിച്ചിട്ടും പുതിയ ലാൻഡിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടി? ട്രാവലോഗ്സിലെ യാത്രാ വിവരണങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? കിട്ടി. അടുത്തൊരു പോയിന്റ് എന്താ? യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ കുരുമുളകൊക്കെ അവർക്ക് നല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു? ഞാൻ പറഞ്ഞൂല്ലേ, മീറ്റൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാനൊക്കെ അവർ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? എടാ, നമ്മുടെ മാംസമൊക്കെ കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടി അന്ന് ഫ്രിഡ്ജ് ഉണ്ടാക്കലേ ഉണ്ടോ? റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ടോ? അതൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ പറയുന്നത് ഏത് കാലഘട്ടത്തിലാ? 15ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളാ അല്ലെ, 1400കളിലെ കാര്യങ്ങളാ പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? ഈ കുരുമുളക് വെച്ചിട്ട് അവർ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ മാർക്കറ്റിൽ നമ്മുടെ കുരുമുളകിന്, നമ്മുടെ ഇന്ത്യയിലെ കുരുമുളകിന് എന്തുണ്ടായിരുന്നു? നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താ? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു അല്ലെ. എന്താണ്? തുർക്കികൾ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം എന്ത് പിടിച്ചടക്കി. എന്നിട്ട് തുർക്കികൾ പറഞ്ഞത്, യൂറോപ്പ് നിങ്ങൾ ആരും ഇന്ത്യക്ക് ഇത് കൂടെ പോവണ്ട, നിങ്ങൾക്ക് പോവണ നിങ്ങൾ വേറെ റൂട്ട് കണ്ടെത്തിയോളി എന്ന് പറഞ്ഞേ. അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ കൂടെ നമ്മുടെ വാസ്കോ ഡ ഗാമ എന്ത് ചെയ്യാ? പുതിയൊരു റൂട്ടൊക്കെ കണ്ടെത്തി എന്ത് ചെയ്തു? ഇന്ത്യയിൽ എത്തി അല്ലെ. ആരാ ആദ്യമായിട്ട് എത്തിയതാരാ? നമ്മുടെ വാസ്കോ ഡ ഗാമ. ഞാൻ ചോദിക്കട്ടെ മക്കളെ, നിങ്ങളോട് ഒരു 1 മാർക്കിന്റെ ചോദ്യം ചോദിക്കട്ടെ. കടൽ മാർഗം അല്ലെ, സമുദ്രപാത വഴി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാരാ? ഏത് രാജ്യക്കാരാ? പോർച്ചുഗീസുകാർ അല്ലെ. പോർച്ചുഗീസുകാരനായിട്ടുള്ള ആരാ ഫസ്റ്റ് വന്നത്? യെസ്, ആരാണത്? അത് നമ്മുടെ വാസ്കോ ഡ ഗാമ, നമ്മുടെ സ്വന്തം എന്താണ്? വൺ ആൻഡ് ഓൺലി വാസ്കോ ഡ ഗാമ. ആരാണ്? ഗാമ. ആരാണ്? വാസ്കോ ഡ ഗാമ. അപ്പൊ പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ നാട്ടില് ആദ്യമായിട്ട് എത്തിയത് അല്ലെ. എന്ന് എത്തിയ വാസ്കോ ഡ ഗാമ ഏത് വർഷമാണ്? ഏത് വർഷ അറിയോ? 1400 അല്ലെ, 1498 എന്ത് ചെയ്തത്? 1498 എന്ത് ചെയ്തത്? നമ്മുടെ വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തുന്നത് അല്ലെ. ദിവസം ഓർമ്മ ഉണ്ടെങ്കിൽ മെയ് 20 കേട്ടോ. എന്നാണ്? മെയ് 20. ഈ ദിവസം നിങ്ങൾ പഠിച്ചു വെക്കണ്ട. നമ്മുടെ NMMS പരീക്ഷക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ ഉണ്ടാവില്ലേ, അവർ ഈ ഡേറ്റ് ഒക്കെ എന്ത് ചെയ്യണം? നോക്കി വെക്കണം കേട്ടോ. അല്ലാത്ത മക്കൾ എന്ത് ചെയ്യണ്ട, ഈ വർഷം നോക്കിയാൽ മതി, ഡേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ വാസ്കോ ഡ ഗാമ അല്ലെ, നമ്മുടെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് ഏത് വർഷ? ഒന്ന് പറഞ്ഞതാണ്. ഞാൻ മറന്നുപോയി, സാറ് മറന്നുപോയി, നിങ്ങൾ പറഞ്ഞേരി ഏത് വർഷ? നമ്മളിപ്പോൾ പറഞ്ഞിട്ടല്ലോ. ഏത് വർഷ? 1498 എന്നാണ് എത്തിയത്. 1498 എന്ത് ചെയ്തത്? നമ്മുടെ വാസ്കോ ഡ ഗാമ 1498 എന്ത് ചെയ്തത്? വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിൽ എവിടെ എത്തിയത് വാസ്കോ ഡ ഗാമ? എവിടെയാ? നമ്മുടെ കാപ്പാട് തീരം അല്ലെ. കാപ്പാട് എവിടെയാ? കാപ്പാട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ കോഴിക്കോടുള്ള കാപ്പാടിലെ നമ്മൾ ചേമഞ്ചേരി പന്തലായിരി തീരം എന്നൊക്കെ പറയും. നമ്മളെ ഇന്ന് കൊയിലാണ്ടിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഭാഗത്തായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ കാപ്പാട് വന്നിട്ടാണ് ആര് കപ്പലിറങ്ങിയത്? വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത് അല്ലെ. ഞാൻ ചോദിക്കട്ടെ, ഈ വാസ്കോ ഡ ഗാമ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങോട്ട് പോന്നതാണോ? ആണോ? അല്ല. ഈ വാസ്കോ ഡ ഗാമന് യൂറോപ്പിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, നമ്മുടെ പോർച്ചുഗലിലെ രാജാവ് മാനുവൽ ഒന്നാമൻ എന്ന് പറയുന്ന രാജാവ്. ആ രാജാവാണ് നമ്മുടെ വാസ്കോ ഡ ഗാമൻ ഇങ്ങനെ പറഞ്ഞേച്ചി. രാജാവ് വിളിച്ചു, വാസ്കോ ഡ ഗാമനെ വിളിച്ചു അല്ലെ. രാജാവ് എന്ത് ചെയ്തു? വാസ്കോ ഡ ഗാമനെ വിളിച്ചു. വാസ്കോ ഡ ഗാമനെ വിളിച്ചിട്ട് രാജാവ് എന്ത് പറഞ്ഞു? വാസ്കോ ഡ ഗാമ ഇങ്ങോട്ട് വാ. വാസ്കോ ഡ ഇങ്ങനെ വിളിച്ചിട്ടോ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞെന്തേ? അതാരാണ്? ഇത് നമ്മുടെ ഒരു മിനിറ്റ്. യെസ്, ഇതാരാണ്? ഇത് നമ്മുടെ വാസ്കോ ഡ ഗാമ അല്ലെ. ഇതാരാണ്? വാസ്കോ ഡ ഗാമ. ഇതാരാണ്? ഇത് നമ്മുടെ രാജാവ് അല്ലെ. ഇതാരാണ്? നമ്മുടെ രാജാവ്. രാജാവിന് ഒരു കിരീടൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലെ, രാജാവ് അല്ലെ, കിരീടൊക്കെ ഉണ്ട്. ഈ മാനുവൽ ഫസ്റ്റില് ആരാണ്? മാനുവൽ ഫസ്റ്റ് നമ്മുടെ രാജാവും. അതുപോലെ ഇത് നമ്മുടെ ഗാമ
അല്ലെ മാനുവൽ ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവ് ഗാമനെ വിളിച്ചു, വാസ്കോഡ ഗാമനെ വിളിച്ചിട്ട് പറഞ്ഞത് അവിടെ നമ്മുടെ ഏഷ്യയിൽ അല്ലെ അവിടെ ഒരുപാട് രാജ്യങ്ങളിൽ നല്ല സ്പൈസസ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പെപ്പർ അവിടെ ഉണ്ട്, ഒരുപാട് സ്പൈസസും ഒരുപാട് സമ്പത്തും അവിടെ ഉണ്ട്, ഈ ഒന്ന് പോയി നോക്ക്, കടൽ വഴി എന്ത് ചെയ്യുക, ഇയ്യോ എൻ്റെ കുറച്ച് ചെങ്ങായിമാരെന്ത് ചെയ്യുക അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കുന്ന ആര് പറഞ്ഞു, നമ്മുടെ കിങ് എന്ത് ചെയ്തു, വാസ്കോഡ ഗാമനോട് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യാണ്, വാസ്കോഡ ഗാമ എന്ത് ചെയ്യാണ് 1497 എന്ത് ചെയ്തു അവിടുന്ന് പുറപ്പെട്ടു. 1498 എന്ത് ചെയ്തു നമ്മുടെ കോഴിക്കോട് എന്ത് ചെയ്തു എത്തി. ഈ വാസ്കോഡ ഗാമ വന്നത് ഒരു 2-3 കപ്പലുകളിലായിട്ടാണ്. വാസ്കോഡ ഗാമ ഒരു കപ്പലിൽ അദ്ദേഹത്തെ എന്താണ് അദ്ദേഹത്തോടൊപ്പം തന്നെ വേറെ കുറച്ച് കപ്പലുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, അതേപോലെ തന്നെ ബെറിയോ, 3 കപ്പലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. സാവോ ഗബ്രിയേൽ പിന്നെ ഏതാ സാവോ റാഫേൽ ഉണ്ടായിരുന്നു, സാവോ റാഫേൽ ട്ടോ. പിന്നെ ഏതുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബെറിയോ അല്ലെ. ഇതെന്താ പഠിക്കണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സ്ട്രാ റീഡിങ്ങിന്റെ സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട് കേട്ടോ. NMMS പഠിക്കുന്ന മക്കളില്ലേ അവർ ഈ പേരൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നിറങ്ങിയ ഡേറ്റ് ഏതാ, 1498 മെയ് 20 കേട്ടോ. ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, വർഷം പഠിച്ചു വെക്കണം കേട്ടോ. വർഷം ഏതാ 1498. എവിടെ വന്നിറങ്ങിയത്, എവിടെയാ, കാപ്പാട് അല്ലെ. നിങ്ങൾ ഈ മാപ്പ് ഒന്ന് നോക്കി നോക്കി. വാസ്കോഡ ഗാമ യാത്ര പുറപ്പെട്ടത് എവിടെന്നാ, എവിടുന്ന് യാത്ര പുറപ്പെട്ടത് ലിസ്ബൺ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നാ അല്ലെ. ലിസ്ബൺ ഏത് രാജ്യത്താ നമ്മുടെ പോർച്ചുഗലിലെ ഒരു തുറമുഖമാണിത് ലിസ്ബൺ. ഈ ലിസ്ബൺ എന്നാണ് ആര് പുറപ്പെട്ടത്, നമ്മുടെ വാസ്കോഡ ഗാമ യാത്ര പുറപ്പെട്ടത് അല്ലെ. വാസ്കോഡ ഗാമ എന്ത് ചെയ്തു, ലിസ്ബണിലൂടെ ഇങ്ങനെ പോകുന്നു അല്ലെ, സോറി ഇത് കൂടെ അല്ല, ഇത് തിരിച്ചു വന്ന വഴിയാണ്. ഇങ്ങനെ പോകുന്നു വാസ്കോഡ ഗാമ, ഇങ്ങനെ പോകുന്നു അല്ലെ, ഈ റൂട്ടിൽ ഇങ്ങനെ പോകുന്നില്ലേ, ഇങ്ങനെ പോകുന്നു എന്ത് ചെയ്തു, വാസ്കോഡ ഗാമ ഇവിടെ എത്തി. ഇതേതാ രാജ്യം, നമ്മുടെ ഇന്ത്യ അല്ലെ. ഇന്ത്യയുടെ ഏത് ഭാഗത്ത്, ഈ ഒരു അറ്റത്തിലെ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് എത്തി. നിങ്ങളുടെ ടെക്സ്റ്റ് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര പുറപ്പെട്ടത് എവിടെന്നാ ലിസ്ബൺ. എവിടെന്നാണ്, ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ. എവിടെന്നാണ് യാത്ര പുറപ്പെട്ടത്, ലിസ്ബൺ. നമ്മുടെ ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എന്ത് ചെയ്തത്, വാസ്കോഡ ഗാമ യാത്ര പുറപ്പെട്ടത്. എവിടുന്ന യാത്ര പുറപ്പെട്ടത്, ലിസ്ബൺ എവിടെയാണ്, പോർച്ചുഗലില്. ഓക്കെ അല്ലെ. വേറൊരു ചോദ്യം അതിൽ കൊടുത്തിട്ടുണ്ട്, വാസ്കോഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഇവിടുന്ന് ലിസ്ബണിലേന്ന് നമ്മുടെ കോഴിക്കോട് വന്നിറങ്ങിയില്ലേ, ഈ യാത്രയില് അദ്ദേഹം പിന്നിട്ട കോണ്ടിനെന്റ്സിൽ ഏതൊക്കെ ഭൂഖണ്ഡങ്ങൾ താണ്ടി അല്ലെ, ഏതൊക്കെ കടലുകൾ താണ്ടി ഭൂഖണ്ഡങ്ങൾ താണ്ടി ആരിവിടെ എത്തി, വാസ്കോഡ ഗാമ എത്തി. ഏതൊക്കെ ഭൂഖണ്ഡങ്ങളാ താണ്ടിയെന്നല്ലേ. ഇതേതാ ഭൂഖണ്ഡം, ആദ്യം തുടങ്ങിയത് എവിടുന്നാ യൂറോപ്പ് എന്ന് തുടങ്ങി. അപ്പൊ ഒന്നേതാ യൂറോപ്പ്, രണ്ടാമത്തെ ഒരു കോണ്ടിനെന്റ് ഏതാ ആഫ്രിക്ക. ഇങ്ങനെ പോന്ന് ആഫ്രിക്കനെ ഇങ്ങനെ ഫുള്ള് ചുറ്റി പോകുന്നുണ്ട് അല്ലെ. എന്നിട്ട് എവിടെ എത്തി, നമ്മുടെ ഇവിടെ ഏഷ്യയിൽ എത്തിയില്ല. അപ്പൊ നമ്മുടെ ഏതൊക്കെയാണ്, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. ഈ ഒരു 3 കോണ്ടിനെന്റുകളാണ് ആര് വന്നത്, ആര് വന്നത്, നമ്മുടെ വാസ്കോഡ ഗാമ വന്നിട്ടുള്ള. ഏതൊക്കെ കടലെടുക്കാന്ന് ഏതൊക്കെ സമുദ്രം ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ സമുദ്രം നോക്കുന്നത്, അവിടെ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഏതാണ്, അറ്റ്ലാന്റിക് ഓഷ്യൻ. അതുപോലെ തന്നെ ഏതാണ്, നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ അല്ലെ, അറ്റ്ലാന്റിക് ഓഷ്യൻ. പിന്നെ നമ്മുടെ അവിടെ അറബിക് കടലൊക്കെ ഉണ്ടോ, അറബിക് കടലല്ല നമ്മുടെ കോഴിക്കോട്. ഈ ഒരു ഭാഗത്ത് കൂടെ കാണാൻ ചെയ്യുന്നത് വാസ്കോഡ ഗാമ വന്നിറങ്ങിയത്. ഓക്കെ ആണോ സെറ്റ് അല്ലേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ, വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ വർഷം ഏതാ, 1498 അല്ലെ. വാസ്കോഡ ഗാമ അല്ലെ ഇന്ത്യയിലേക്ക് വന്ന കപ്പലുകൾ ഏതൊക്കെയാ, അത് NMMS മക്കൾ പഠിച്ചാൽ മതി. ഏതൊക്കെയാ, സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ, 3 കപ്പലുകളിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. എവിടെയാ വന്ന് ഇറങ്ങിയത്, എവിടെയാ, കോഴിക്കോട് കാപ്പാട് തീരത്ത്. എവിടെയാണ്, കോഴിക്കോട് കാപ്പാട് തീരത്ത്. ഞാൻ ചോദിക്കട്ടെ, വാസ്കോഡ ഗാമ തന്റെ യാത്ര ആരംഭിച്ചത് എവിടെന്നാ, ലിസ്ബൺ ഏത് രാജ്യത്താ, പോർച്ചുഗലിലാണ്. ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ മക്കള് അല്ലേ. നോക്ക് ഇങ്ങോട്ട് നോക്ക്, വാസ്കോഡ ഗാമ 1498 മെയ് 20 എന്ത് ചെയ്തു, നമ്മുടെ കോഴിക്കോട് കാപ്പാട് തീരത്ത് വന്ന് എന്ത് ചെയ്തു, ഇറങ്ങി. ഈ വാസ്കോഡ ഗാമ ഇവിടെ വന്ന് കപ്പലൊക്കെ ഇറങ്ങി കാപ്പാട് തീരത്ത് ഇങ്ങനെ എത്തി അല്ലെ. എന്നിട്ട് ഇങ്ങനെ ചാടിക്കളിച്ച് പോവാണ്. എന്തിന്, കച്ചവടം ചെയ്യാൻ, ട്രേഡ് ചെയ്യാൻ, ഇന്ത്യക്കാരുമായിട്ട് ട്രേഡ് ചെയ്യണ്ടേ. എന്തിനാ അങ്ങോട്ടേക്ക് വന്നെന്തിനാ,
ഇവിടുത്തെ എന്ത് കൊണ്ടുപോകണം? കുരുമുളക്, സ്പൈസസ് ഒക്കെ കൊണ്ടുപോകണം അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന് നോക്കുമ്പോ ഇവിടെ എന്താ കാണണേ? നമ്മുടെ ഇവിടുത്തെ രാജാവ്, കോഴിക്കോടല്ലേ വന്നിറങ്ങിയേ? അന്നത്തെ കോഴിക്കോടത്തെ രാജാവ് ആരാ? നമ്മുടെ സാമൂതിരി രാജാവായിരുന്നു. ആരായിരുന്നു? ജമൂരി, നമ്മുടെ സാമൂതിരി രാജാവ് അല്ലെ? ഈ സാമൂതിരി രാജാവുണ്ട് എന്ത് ഒരു അറബികളുമായിട്ട് ഇങ്ങനെ കച്ചവടം, ആരോ ആയിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സാമൂതിരി രാജാവാണ്. ഇത് സാമൂതിരി രാജാവ് അല്ലെ? ഈ സാമൂതിരി രാജാവ് എന്താണ്? ഇവിടെ കുറച്ച് മനുഷ്യന്മാരുണ്ട്, ഇവരോട് ഇങ്ങനെ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. അത് അറബിയിലാണ് സംസാരിക്കുന്നത് അല്ലെ? അതായത് വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയ സമയത്ത് കോഴിക്കോട്ടെ രാജാവാരാ? രാജാക്കന്മാരാരാ? അത് നമ്മുടെ സാമൂതിരി രാജാക്കന്മാരാരാണ്? സാമൂതിരി അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ആ സമയത്ത് സാമൂതിരി ആരുമായിട്ടാ കച്ചവടം ചെയ്തിരുന്നത്? ആരുമായിട്ടാ? നമ്മുടെ അറബികളുമായിട്ടാ കച്ചവടം ചെയ്തിരുന്നത്. ആരുമായിട്ടാ? അറബികളുമായിട്ടാ കച്ചവടം ചെയ്തത്. അപ്പൊ ഗാമ അങ്ങനെ വന്ന്, ഗാമ അങ്ങോട്ട് വന്നെന്തിനാ? ഇവിടുത്തെ ഇത് മുഴുവൻ കൊണ്ടുപോവാൻ. ഗാമക്ക് ആകെ കലിപ്പായി. ഗാമ പറഞ്ഞു എന്ത്? ഗാമ വന്നിട്ട് നേരെ രാജാവിനോട് പറഞ്ഞു, സാമൂതിരിനോട് പറഞ്ഞു, സാമൂതിരിയെ, ഞങ്ങൾ ഇവിടുന്ന് യൂറോപ്പിൽ നിന്ന് അല്ലെ എന്താണ് ഭൂഖണ്ഡങ്ങൾ താണ്ടി, കടലുകൾ താണ്ടി ഇവിടെ വന്നെന്തിനാ? കച്ചവടം ചെയ്യാനാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അറബികളെ നൈസായിട്ടൊന്ന് തേക്കണം അല്ലെ? അറബികളും എല്ലാം നിങ്ങൾ സൈഡാക്കിയിട്ട് ഇവിടുത്തെ കച്ചവടത്തിന്റെ കുത്തക അല്ലെ, ട്രേഡ് മോണോപോളി എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് തരണം. ഇവിടുത്തെ കുരുമുളകിന്റെ വില ഇനി ആര് നിശ്ചയിക്കും? ഞങ്ങൾ നിശ്ചയിക്കും അല്ലെ? ഇവിടുത്തെ മറ്റുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആർക്ക് അധികാരം തരണം? ഞങ്ങൾക്ക് അധികാരം തരണം അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യണം? അറബികളെ ഇവിടുന്ന് ഒഴിവാക്കണം, അറബികളും എല്ലാം കൂടെ തേക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുമായിട്ട് കച്ചവടം ചെയ്യണം എന്ന് ആരോട് പറഞ്ഞു? സാമൂതിരിനോട് പറഞ്ഞു. സാമൂതിരി എന്ത് ചെയ്ത്? സാമൂതിരി പറഞ്ഞു, ഏതാടാ ചെക്ക, ഇപ്പൊ ഒന്നല്ലേ, പക്ഷെ ഞങ്ങള് കാലാകാലങ്ങളായിട്ട് ഞങ്ങളുമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾക്കാർ ഇവിടെ ഉണ്ട്, അറബികൾ. അറബികളെ ഇന്ന് വന്ന് ഇജ് പറയണ കേട്ടിട്ട് ഞങ്ങൾക്ക് കണ്ട് പുറത്താക്കാനൊന്നും പറ്റൂല. ഞങ്ങൾ അറബികളായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുള്ളൂ. അനക്ക് വേണമെങ്കിൽ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കച്ചവടം ചെയ്തോ, അല്ലാതെ ട്രേഡ് മോണോപോളി നിങ്ങൾക്ക് തരൂല, അത് പറ്റൂല എന്ന് പറഞ്ഞു. ആര്? സാമൂതിരി അല്ലെ? സാമൂതിരി അങ്ങനെ പറഞ്ഞു അല്ലെ? വാസ്കോ ഡ ഗാമ ആകെ സെഡായി. വാസ്കോ ഡ ഗാമ എന്ത് ചെയ്തു? കോഴിക്കോട് നിന്ന് നേരെ വണ്ടി വിട്ടു. എങ്ങോട്ടേക്ക്? കണ്ണൂരിലേക്ക് വണ്ടി വിട്ടു. കണ്ണൂരിലുള്ള കോലത്തിരി രാജാവിന്റെ അടുത്ത് പോയിട്ടോ. കോലത്തിരി രാജാവ്, കണ്ണൂരിലുള്ള കോലത്തിരി രാജാവിന്റെ അടുത്തേക്ക് ആര് പോയി? ഗാമ പോയി, വാസ്കോ ഡ ഗാമ പോയി അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു? കോലത്തിരി രാജാവ് എന്നാണ് കേട്ടോ. കോലത്തിരി രാജാവിന്റെ അടുത്തേക്ക് ആര് പോയി? വാസ്കോ ഡ ഗാമ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് എന്ത് ചെയ്തു? കച്ചവടത്തിനുള്ള പെർമിഷനൊക്കെ എന്ത് ചെയ്തു? വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവര് ഇങ്ങോട്ടേക്ക് എന്താണ് ₹1,00,000 ചെലവാക്കിയ വന്നെന്ന് കൂട്ടിക്കോ. ആ കപ്പൽ വഴിയൊക്കെ വരുമ്പോ കുറെ ചെലവില്ലേ? ₹1,00,000 ചെലവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നു വെച്ചോ. പക്ഷെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ പാക്കറ്റാക്കി കൊണ്ടുപോയില്ലേ? അത് അവിടെ കൊണ്ടുപോയപ്പോ എത്ര രൂപ കിട്ടിയാൽ ഇവർക്ക്? ₹60,00,000 കിട്ടി. അതായത് ആ യാത്രക്ക് അവർ ഉപയോഗിച്ച പൈസ അല്ലേ, യാത്രക്ക് ചെലവായ പൈസ അല്ലേ? പെട്രോൾ അടിക്കാനല്ല, ഷിപ്പല്ലേ? എന്താണ് അതിനുള്ള ഇന്ധനം, അവിടുത്തെ ക്രൂ, കപ്പൽ ജീവനക്കാര്, ആൾക്കാരുടെ വരുമാനം, ഇതൊക്കെ കൂട്ടിയിട്ട് അവർക്ക് ചെലവായത് എത്രയാണോ അതിന്റെ 60 ഇരട്ടിയില്ലേ? എത്രയാ? 60 times അല്ലെ? 60 ഇരട്ടി എന്ത് ചെയ്തു? അവർക്ക് ലാഭമായിട്ട് കിട്ടി. വെറുതെ അല്ലേ ലെവൽ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലേ? ₹1,00,000 അല്ലെ യാത്രക്ക് ചെലവായതെങ്കിൽ തിരിച്ചു പോയി ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അവർ കൊണ്ടുപോയപ്പോ അതിന് എത്ര രൂപ കിട്ടി? എത്ര കിട്ടി? 60 ലക്ഷം കിട്ടി. 1,00,000 ചെലവാക്കിയിട്ട് 60 ലക്ഷം കിട്ടി. ആരായാലും വരൂലേ? 60 ഇരട്ടിയാണ് എന്ത് ഇവർക്ക് കിട്ടിയ ലാഭം. ഈ സാമൂതിരി ഇല്ലേ, ഈ സാമൂതിരിയായിട്ട് നമ്മുടെ പോർച്ചുഗീസുകാർക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊമ്പ് ഓർക്കാൻ വരും അല്ലെ? എങ്ങനെങ്കിലും കാരണം എന്താ? സാമൂതിരി അറബികളായിട്ട് കച്ചവടം ചെയ്യണത് പോർച്ചുഗീസുകാരെ പരിഗണിച്ചോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാണ്? ഇവർ കലിപ്പില. ആരൊക്കെ കലിപ്പില? നമ്മുടെ സാമൂതിരിയും പിന്നെ ആരാണ്? ആരായിരുന്നു? പോർച്ചുഗീസുകാരെന്തായിരുന്നു? കലിപ്പില. എന്നിട്ട് ഈ പോർച്ചുഗീസുകാരെന്ത് ചെയ്തു? സാമൂതിരിയെ എല്ലാം ചൊറിയാൻ പോകും. അപ്പൊ എന്ത് ചെയ്യാറിയോ? ഈ സാമൂതിരിക്ക് എന്തുണ്ടായിരുന്നു? സാമൂതിരിക്ക് ഒരു നാവികസേന ഉണ്ടായിരുന്നു. നാവികസേന എന്ന് പറഞ്ഞാല് കപ്പൽ സേന അല്ലെ? നമ്മുടെ ഇന്ത്യൻ നേവി ഒക്കെ കേട്ടില്ല, അതേമാതിരി എന്തുണ്ട്? സാമൂതിരിക്കൊരു നാവികസേന ഉണ്ടായിരുന്നു. ഈ സാമൂതിരിയുടെ നാവികസേനന്റെ ഒരു തലവനുണ്ട്. എന്താ പേര്? കുഞ്ഞാലി മരക്കാർ. എന്താ പേര്? കുഞ്ഞാലി മരക്കാർ. ഈ കുഞ്ഞാലി മരക്കാർ എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു വാസ്കോ ഡ ഗാമക്കും ടീമിനും അല്ലെങ്കിൽ പോർച്ചുഗീസുകാർക്ക് എപ്പോഴും വെല്ലുവിളിയായിട്ട് നിന്നു അല്ലെ? അതായത് നമ്മുടെ രാജാവില്ലേ, സാമൂതിരി രാജാവിനെ തീർക്കാൻ വേണ്ടിയിട്ട് ആര് വരും? പോർച്ചുഗീസുകാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. കാരണം എന്താ? ഈ രാജാവിന് ആരോടാ ലവ്? അറബിക്കാരോടാ ലവ് അല്ലെ? അറബിക്കാരോടാണ് എന്ത് ചെയ്യുന്നത്? അറബികളോടാണ് എന്ത് ചെയ്യുന്നത്? ഇവര് കച്ചവടം ചെയ്യണത് അല്ലെ? പക്ഷെ ഇവരെ പ്രപ്പോസൽ എന്ത് ചെയ്തില്ല? രാജാവ് സ്വീകരിച്ചില്ല.
അല്ലെ രാജാവ് എന്ത് ചെയ്തു? എനിക്ക് ഇവരെ തേക്കാൻ പറ്റൂല, അറബികൾ ഞങ്ങളായിട്ട് കുറെ കാലമായിട്ടുള്ള ബന്ധാ, അറബികളെ എനിക്ക് തേക്കാൻ പറ്റില്ല, വേണം എജ്ജ് പൊയ്ക്കോന്ന് പറഞ്ഞത് റിജക്ട് ചെയ്ത്. അപ്പൊ ഒരു സങ്കടം ഉണ്ടാവില്ലേ? ഇവരിങ്ങനെ ഇടക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ ആക്രമിക്കാൻ പോകട്ടോ രാജാവിനെ. അപ്പൊ രാജാവിന്റെ എന്താണ് യാസ് ആര് വന്നു? കുഞ്ഞാലി മരക്കാർ വന്നിട്ട് എന്ത് ചെയ്തു? നെഞ്ചും വിരിച്ചു നിന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ പോർച്ചുഗീസുകാരെന്ത് ചെയ്തു? ഇങ്ങനെ ആട്ടി ഓടിച്ചു കൊണ്ടേയിരുന്നു അല്ലെ. കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ സാമൂതിരിയുടെ നാവികസേനയുടെ ക്യാപ്റ്റനെ വിളിക്കുന്ന പേരാണ് എന്ത്? കുഞ്ഞാലി മരക്കാർ. എടാ ഈ കുഞ്ഞാലി മരക്കാർ ഒരാളുടെ പേരല്ല കേട്ടോ. കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ആണ്. അതായത് സാമൂതിരിയുടെ നാവികസേന ഉണ്ടാവൂലേ, നേവൽ ബേസ്, സാമൂതിരിയുടെ കപ്പൽ സൈന്യം ഉണ്ടാവൂലേ, അതാണ് നേവൽ ബേസ്. അതായത് അവരുടെ എന്താണ് നാവികസേനയുടെ ക്യാപ്റ്റനെ വിളിക്കുന്ന പേരാണ് എന്ത് കുഞ്ഞാലി മരക്കാർ. ആ ഒരു പൊസിഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? കുഞ്ഞാലി മരക്കാർ. അല്ലാതെ ഒരാളുടെ പേരല്ല കേട്ടോ. ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ആ ഒരു തസ്തിക, ആ ഒരു പോസ്റ്റിൽ കുറെ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാലി മരക്കാർ ഒന്നാമനുണ്ട്, കുഞ്ഞാലി മരക്കാർ രണ്ടാമനുണ്ട്, കുഞ്ഞാലി മരക്കാർ മൂന്നാമനുണ്ട്, കുഞ്ഞാലി മരക്കാർ നാലാമനുണ്ട്. മൊത്തം 4 കുഞ്ഞാലി മരക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ശരിക്കത്തെ പേര് നല്ല രസമുള്ള പേരാ. എന്താണ് പോക്കർ അലി, മുഹമ്മദ് അലി, അങ്ങനത്തെ ഒക്കെ ഓരോ പേരുകളാ. കുട്ടി അങ്ങനത്തെ ഒരു വെറൈറ്റി നമ്മുടെ മലബാർ പേരുകളാണ് നമ്മുടെ കുഞ്ഞാലി മരക്കാരുടെ പേരുകളായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അന്ന് പഠിക്കേണ്ട, നിങ്ങൾ പഠിച്ചു വെക്കുക. സാമൂതിരിയുടെ നാവികസേന തലവന്മാരറിയപ്പെടുന്ന പേര് എന്താ? പേര് പറഞ്ഞേര്, എന്താ പേര്? എന്താ പേര്? എന്താണ്? കുഞ്ഞാലി മരക്കാർ. എന്താ പേര്? കുഞ്ഞാലി മരക്കാർ. പിന്നെ നിങ്ങളുടെ അധിക വായനന്റെ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞാലി മരക്കാർ എന്ന് ഒരാളുടെ പേരല്ല, അത് 4 ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം അതില് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ എന്ത് ചെയ്യുന്നുണ്ട്? ചാലിയങ്കോട്ട എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചടക്കുന്നുണ്ട്. പോർച്ചുഗീസുകാരുടെ അടുത്തുനിന്ന് ചാലിയങ്കോട്ട പിടിച്ചടക്കുന്നുണ്ട്. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വധിക്കുന്നുണ്ട് എന്നുള്ള 1-2 പോയിന്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്സ്ട്രാ റീഡിങ്ങിൽ ഒരു ബോക്സ് ആക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. NMMS-നൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ എന്ത് ചെയ്യണം? അതൊക്കെ ഒന്ന് നോക്കി പോകണം കേട്ടോ. അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ വാസ്കോഡ ഗാമ അല്ലെ, വാസ്കോഡ ഗാമ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞതാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യന്മാര് ആരാണ്? പോർച്ചുഗീസുകാര്. ആരാണ്? പോർച്ചുഗീസുകാർ അല്ലെ. പോർച്ചുഗീസുകാരുടെ ആരാ ഫസ്റ്റ് ഇവിടെ വന്നാരാ? നമ്മുടെ ഗാമ ആരാണ്? വാസ്കോഡ ഗാമ. ഏത് വർഷം? 1498 അല്ലെ. വാസ്കോഡ ഗാമ തന്റെ യാത്ര പുറപ്പെട്ടത് എവിടുന്ന? ലിസ്ബൺ, പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നല്ലേ. എന്നിട്ട് എവിടെ വന്നിറങ്ങിയേ? കോഴിക്കോട് കാപ്പാട് തീരത്ത്. ഇവിടെ കോഴിക്കോട് കാപ്പാട് തീരത്ത് വന്നിറങ്ങിയപ്പോ ഇവിടുത്തെ രാജാവ് ആരാ? കോഴിക്കോടത്തെ ആരാ? സാമൂതിരി അന്ന് ആരുമായിട്ടാ കച്ചവടം ചെയ്തിരുന്നത്? അറബികളുമായിട്ട് അല്ലെ. അപ്പൊ ഈ അറബികളായിട്ടുള്ള കച്ചവടം ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? പോർച്ചുഗീസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരിവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾ അറബികളായിട്ടുള്ള കച്ചവടം നിർത്തണം. സാമൂതിരി കേട്ടോ? ഇല്ല. സാമൂതിരി എന്ത് ചെയ്തിട്ടില്ല? റിജക്ട് ചെയ്തു അല്ലെ. പോന്ന് പറഞ്ഞു അല്ലെ. അതെന്ത് ചെയ്തു? ആർക്കാ ഫീലിംഗ് ആയി? നമ്മുടെ ഗാമക്ക് ഫീലിംഗ്, നമ്മുടെ പോർച്ചുഗീസുകാർക്ക് ഫീലിംഗ് ആയി. അവർ നേരെ എങ്ങോട്ടേക്ക് പോയി? അവര് കണ്ണൂര് പോയി. തൊട്ടടുത്തുള്ള കണ്ണൂര് പോയിട്ട് അവിടുത്തെ കോലത്തിരി രാജാവ് അല്ലെ, എന്താ രാജാവിന്റെ പേര്? കോലത്തിരി രാജാവിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു? കച്ചവടം ചെയ്യാനുള്ള പെർമിഷൻ ഒക്കെ വാങ്ങി കച്ചവടമൊക്കെ ചെയ്തു. ഇവിടുന്ന് എന്ത് ചെയ്തു? സാധനം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി അല്ലെ. ലാഭം കിട്ടിയവർക്ക് എത്ര ലാഭം കിട്ടി? 60 ഇരട്ടി അല്ലെ, 60 times അല്ലെ. 60 ഇരട്ടി, 60 മടങ്ങ് എന്ത് ചെയ്തു? അവർക്ക് എന്ത് കിട്ടി? ലാഭം കിട്ടി. നമ്മുടെ കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞ ആരായിരുന്നു? നമ്മുടെ സാമൂതിരിയുടെ നാവികസേന തലവന്മാരെ വിളിക്കുന്ന പേരാണെന്ത്? കുഞ്ഞാലി മരക്കാർ. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പൊളിക്കൂല നമ്മള്? അടുത്ത നമ്മൾ നോക്കാൻ പോണത് അതെന്താ കുറെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താത്? ഇതിനെന്തെങ്കിലും ഇതിനെന്താ വിളിക്കുക? ഇതെന്താ സാധനം? ടേബിളോ? ഇംഗ്ലീഷ് അല്ലേ? നമ്മളെന്താ പറയാ മലയാളത്തില്? എന്താ പറയാ? നമ്മൾ മേശ എന്ന് പറയൂലേ. നമ്മളെന്താ പറയാ? നമ്മള് മേശ. എന്താ പറയാ? മേശ. ഇതെന്ത് സാധനം? ചെയറല്ല. മലയാളത്തിൽ നിങ്ങൾ ചെയർ എന്നാ പറയല്. എന്താ പറയാ? കസേര അല്ലെ. എന്താ പറയാ? കസേര അല്ലെ. ഇതെന്താ സാധനം? ഇതെന്താ? അലമാര അല്ലെ. അല്ലേ. എല്ലാ പേരൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതെന്താ? വിൻഡോ ആണോ? മലയാളത്തിൽ നമ്മൾ എന്താ പറയാ? ജനൽ അല്ലെ. ജനാല. എന്താ പറയാ? ജനാല അല്ലെ. ഇതെന്താ? പെൻ. എന്താണ്? പെൻ. പിന്നെ ഇതെന്താ? ചാക്ക് അല്ലെ.
എന്താണ്? ചാക്ക്. ഈ പേരുകളൊക്കെ അല്ലേ മലയാളത്തിക്ക് വന്നത് എങ്ങനെയാ? നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ വിളിക്കി, റൊണാൾഡോനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാ? മേശ എന്ന് പറഞ്ഞോക്കെ. റൊണാൾഡോ പറയുന്നത് യെസ്, റൊണാൾഡോക്ക് മനസ്സിലാവും മേശ. നിങ്ങൾ റൊണാൾഡോന്റെ കസേര പറഞ്ഞാൽ എന്ത് ചെയ്യും? റൊണാൾഡോക്ക് മനസ്സിലാവും അല്ലേ? കാരണം എന്താ? നമ്മുടെ അവിടുത്തെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് നമ്മളുടെ മലയാളത്തിലേക്ക് വന്ന ചില വാക്കുകളാണ്. ഇതിലെ എന്തൊക്കെയാ? മേശ, കസേര, അലമാര, ജനാല, പെന്ന്, പിന്നെന്താ പെൻ, ചാക്ക് അല്ലേ? ഈ വാക്കുകളൊക്കെ നമ്മുടെ മലയാളത്തിലേക്ക് വന്നത് എങ്ങനെയാ വന്നത്? എവിടുന്നാ വന്നത്? അത് നമ്മുടെ പോർച്ചുഗീസ് എന്നാണ് വന്നത് അല്ലേ? അവര് കുറെ കാലം ഇവിടെ താമസിച്ചില്ലേ പോർച്ചുഗീസുകാർ. അപ്പൊ അവരെടുത്ത് നിന്ന് എന്ത് ചെയ്യും? കുറെ സാധനങ്ങളൊക്കെ. ഈ പേര് മാത്രം, ഭാഷയിൽ മാത്രമാണോ അവര് സ്വാധീനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ആണോ? അല്ല. നമ്മുടെ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് പോയി ഇല്ലേ? ആദ്യം വന്ന ടീമാ പോർച്ചുഗീസുകാർ, അവസാനം പോയ ടീമാർ തന്നെയാ പോർച്ചുഗീസുകാരാ. അപ്പൊ കുറെ കാലം ഇവർ ഇവിടെ നിന്നില്ലേ? അപ്പൊ തന്നെ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ നല്ലോണം ഉണ്ടാവൂലേ? ഭാഷയിലുള്ള നമ്മുടെ ലാംഗ്വേജിൽ തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പുതിയ വാക്കുകൾ നമ്മുടെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് ആരാ? പോർച്ചുഗീസുകാരാ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തതിൽ ഒരു 4, 5, 6 മാർക്കിനൊക്കെ വരാൻ പറ്റിയ രീതിയിലുള്ള ഒരു 4, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വാട്ട് ആർ ദ ഇൻഫ്ലുവൻസസ് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ വേരിയസ് ഫീൽഡ്സ് ഇൻ ഇന്ത്യ? അല്ലെ, പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം എന്ത്? അല്ലെ, ഒരുപാട് നമ്മൾ ആദ്യം വന്നു അവസാനം പോയി. ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ നിന്നിട്ട് പോർച്ചുഗീസുകാർ നമ്മളിൽ ഉണ്ടാക്കിയ സ്വാധീനം എന്തൊക്കെയാ നമുക്ക് നോക്കാം അല്ലെ. കാഷ്യൂ നോക്ക്, കാഷ്യൂ ട്രീ, പറങ്കിമാവ് അല്ലെ, പപ്പായ, ഗോവ, പേരയ്ക്ക ആൻഡ് പൈനാപ്പിൾ were introduced. നമ്മൾ ഇന്നിങ്ങനെ തിന്നുന്ന എന്താണ്? പേരയ്ക്ക. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആരാ? പോർച്ചുഗീസുകാരാ അല്ലെ. പേരയ്ക്ക, പപ്പായ, പറങ്കിമാവ്, പാപ്പാലെ പേരയ്ക്ക, പിന്നെന്താണ്? പപ്പായ, പറങ്കിമാവ് അല്ലെ. നമ്മുടെ പറങ്കിമാവ് എന്തെങ്കിലും നമ്മളൊന്ന് കാഷ്യൂ ട്രീ ഒന്ന് ശുദ്ധീകരിച്ച് പറയുകയാണെങ്കിൽ കാഷ്യൂ ട്രീ, പറങ്കിമാവ്, പപ്പായ, ഗോവ അല്ലെ, പേരക്ക അല്ലെ, ഗോവ, പേരക്ക. അതുപോലെ എന്താണ്? പൈനാപ്പിൾ അല്ലെ. കുറെ പാണ്ട് അല്ലെ. ഏതൊക്കെയാ പാന്ന് പറഞ്ഞതാണ്? ഈ പൈനാപ്പിൾ ഉണ്ട്, പിന്നെ ഏതാ? പേരക്ക ഉണ്ട്, പിന്നെ ഏതാ? പറങ്കിമാവുണ്ട്, പിന്നെ ഏതാ? ഒന്നുകൂടെ ഉണ്ടല്ലോ, ഏതാ? പപ്പായ അല്ലെ. 4 ഈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആരാ? ആരാ കൊണ്ടുവന്നേ? പോർച്ചുഗീസുകാരാ. അല്ല, നമ്മുടെ നാട്ടിൽ ആദ്യം ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. ഇതൊക്കെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തിട്ടുള്ളതാ? കൊണ്ടുവന്നിട്ടുള്ളതാട്ടോ. പിന്നെ നോക്ക്, ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ അല്ലെ. അതായത് ഇവരെന്ത് ചെയ്തു? നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? കോട്ടകളിലെ ഫോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട അല്ലെ. എന്താ അത്? കോട്ടകൾ എന്ത് ചെയ്തു? സ്ഥാപിച്ചു അല്ലെ. കോട്ട അറിയില്ലെങ്കിൽ കേട്ടില്ലേ? കോട്ട അല്ലെ. ബേക്കൽ കോട്ട, കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട കേട്ടില്ലേ? പാലക്കാട് കോട്ട കേട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ രാജ്യത്ത് യൂറോപ്യന്മാരുണ്ടാക്കിയ ആദ്യത്തെ കോട്ട ഏതാ? കേരളത്തിലല്ല, രാജ്യത്ത് ആദ്യമായിട്ട് യൂറോപ്യന്മാരുണ്ടാക്കിയ കോട്ട ഏതാ? അതാണ് മാനുവൽ കോട്ട. എന്താ കോട്ടന്റെ പേര്? ഫോർട്ട് മാനുവൽ. എന്താണ്? ഫോർട്ട് മാനുവൽ അല്ലെ. ഈ മാനുവൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ മാനുവൽ? നമ്മുടെ വാസ്കോഡഗാമയെ ഈ പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് കാപ്പാടേക്ക് പറഞ്ഞയച്ച അന്നത്തെ പോർച്ചുഗീസ് രാജാവാണ് ആര്? മാനുവൽ ഫസ്റ്റ് അല്ലെ. ആ മാനുവൽ ഫസ്റ്റിന്റെ പേരിൽ എന്ത് ചെയ്തു? അവരിവിടെ ഒരു കോട്ട ആരംഭിച്ചു, ഫോർട്ട് അല്ലെ. അതാണ് ഇത് മാനുവൽ ഫോർട്ട്, മാനുവൽ അല്ലെങ്കിൽ എന്താണ്? മാനുവൽ കോട്ട. ഓക്കെ ആണോ? ഇനി അടുത്തൊരു പോയിന്റ് നോക്ക്. The regions of Kochi, Goa and Daman Diu and came under the rule of the Portuguese. അല്ലെ, നമ്മുടെ കൊച്ചി അല്ലെ. കൊച്ചി, പഴയ കൊച്ചി എല്ലാം മച്ചാൻ അല്ലെ. കൊച്ചി, അതുപോലെ എന്താണ്? കൊച്ചി, പിന്നെ ഏതൊക്കെയാണ്? ഗോവ, പിന്നെ ദാമൻ ആൻഡ് ദിയു. ഇതൊക്കെ എന്തായിരുന്നു? നമ്മുടെ പോർച്ചുഗീസുകാരുടെ അണ്ടറിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. പോർച്ചുഗീസുകാർ നമ്മുടെ ഇന്ത്യയിൽ അവരുടെ കാൽ കീഴിൽ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അവര് എന്താണ്? അവർ കൈവശം വെച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. കൊച്ചി, പിന്നെ കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദിയു അല്ലേ. പിന്നെന്താണ്? പ്രിന്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ് അല്ലെ. നമ്മുടെ നാട്ടില് പ്രിന്റിംഗ്, അച്ചടി അതൊന്ന് സ്റ്റാർട്ട് ചെയ്തതും അതിന് കുറച്ചൊന്ന് ജനപ്രീതി വാങ്ങി തന്നതൊക്കെ ആരാ? നമ്മുടെ പോർച്ചുഗീസുകാരാ അല്ലെ. ആർട്ട് ഫോം സച്ച് ആസ്
ചവിട്ടു നാടകം, പിന്നെന്താ മാർഗം കളി അല്ലെ. ചവിട്ടു നാടകം, പിന്നെന്താ മാർഗം കളി. ഈ ചവിട്ടു നാടകം മാർഗം കളിയൊക്കെ നമ്മളുണ്ടാക്കിയതാ ആണോ? അല്ല. ചവിട്ടു നാടകം മാർഗം കളിക്ക് ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷനാ അല്ലെ. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നമുക്ക് തന്നിട്ട് പോയിട്ടുള്ള ആർട്ട് ഫോമുകൾ അല്ലെ. നിങ്ങൾക്ക് അറിയില്ലേ മാർഗം കളി? അറിയില്ലേ? അറിയില്ല മക്കളെ, കണ്ടില്ലേ മാർഗം കളി അല്ലെ? മാർഗം കളി ഉണ്ട്. അതുപോലെ എന്താണ് ചവിട്ടു നാടകം അല്ലെ. ഈ സാധനമൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആരാ കൊണ്ടുവന്നേ? പോർച്ചുഗീസുകാർ അല്ലെ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? അടുത്ത പോയിന്റ് യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ് അല്ലെ. അവരിവിടെ വന്നിട്ട് കുറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി. ആ ബിൽഡിങ്ങിനൊക്കെ ഒരു യൂറോപ്യൻ ടച്ച് ആർക്കിടെക്ചർ അല്ലെ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താണ്, നമ്മളെ നാട്ടിലെ വീടൊന്നല്ല, ഇവരുണ്ടാക്കുന്ന ഒരു രീതിയൊക്കെ എന്താണ് യൂറോപ്പിലെ രീതിയാ അല്ലെ. യൂറോപ്യൻ മാതൃകയിലുള്ള ബിൽഡിംഗ് വർക്ക് കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തു ഇവര് ആരംഭിച്ചു. പിന്നെന്താ ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ് അല്ലെ. നമ്മുടെ എന്ത് ചെയ്തു യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും നമ്മൾ എന്ത് ചെയ്തു. നമ്മളൊക്കെ പഴയ കാലത്ത് യുദ്ധം ചെയ്തിരുന്നത് എങ്ങനെയാ? നമ്മുടെ പൂള വടിയല്ലേ, നമ്മളെന്താണ് കപ്പന്റെ വടിയൊക്കെ അല്ലേ, അതായത് മരത്തിന്റെ വടിയൊക്കെ എടുത്തിട്ടും അങ്ങനെയൊക്കെ അടിച്ചിട്ടും കൈ കൊണ്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മള് യുദ്ധം ചെയ്തിരുന്നത്. നമ്മളടുത്ത് തോക്കുണ്ടോ? നമ്മളടുത്ത് ബോംബുണ്ടോ? ഇപ്പൊ ഉണ്ട്. അന്നുണ്ടായിരുന്നോ? ഇല്ല. അന്ന് നമ്മളെ നാട്ടില് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ തോക്ക്, അതുപോലെ തന്നെ ബോംബിങ് സാധനങ്ങളൊക്കെ അല്ലേ, പടക്കോപ്പുകൾ, വെടിക്കോപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയതാരാ? അത് നമ്മുടെ പോർച്ചുഗീസുകാരാണ് അല്ലെ. ഇന്ന് ഇന്ത്യ പക്ഷെ ടോപ്പ് പവറാണ് കേട്ടോ, വലിയ ന്യൂക്ലിയർ പവർ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് വർ സ്റ്റാർട്ടഡ് അല്ലെ. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു ഇങ്ങോട്ടേക്ക് വന്ന പോർച്ചുഗീസുകാർ ഒരു വിധം എല്ലാവരും എന്തായിരുന്നു ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ചിരുന്ന, ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു ഇവിടെ നാട്ടിൽ എന്ത് ചെയ്തു അവരൊരുപാട് ക്രിസ്തു മത പഠിക്കാനുള്ള സ്ഥാപനങ്ങളും ചർച്ചുകളൊക്കെ എന്ത് ചെയ്തു ഇവര് നിർമ്മിച്ചു എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അല്ലെ. മക്കളെ എനിക്കൊന്ന് പറഞ്ഞതാണ്, ഈ പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെയാ? ഒന്ന് ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? അല്ലെ എന്താ പപ്പായ അല്ലെ. എന്ന് പറഞ്ഞാൽ പപ്പായ, പറങ്കിമാവ്, പേരക്ക, പൈനാപ്പിൾ അല്ലെ, ഈ തുടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാ? നമ്മുടെ പോർച്ചുഗീസുകാരാണ് അല്ലെ. അവരെന്ത് ചെയ്തു നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു ഒരു കോട്ട സ്ഥാപിച്ചു. എന്തായിരുന്നു ആ കോട്ടയുടെ പേര്? മാനുവൽ ഫോർട്ട് മാനുവൽ കോട്ട അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് ഇത് മാനുവൽ ഫോർട്ട് അല്ലെങ്കിൽ മാനുവൽ കോട്ട എന്നുള്ളത് അല്ലെ. പിന്നെ എന്തൊക്കെയാ നമ്മുടെ പോർച്ചുഗീസുകാർ ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ എന്ത് ചെയ്തു ഒരുപാട് യുദ്ധമുറകൾ, വെടിക്കോപ്പുകളും പടക്കോപ്പുകളൊക്കെ എന്ത് ചെയ്തു നമുക്ക് പരിചയപ്പെടുത്തി. പിന്നെ എന്താ ചെയ്തത്? അവരുടെ രീതിയിലുള്ള ബിൽഡിംഗ് ആർക്കിടെക്ചർ എന്ത് ചെയ്തു ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ. പിന്നെന്താ അവർ ചെയ്തത്? നമ്മുടെ ഏതൊക്കെ സ്ഥലങ്ങളാണ് അവർ കൈവശം വെച്ചിരുന്നത്? നമ്മുടെ കൊച്ചി അല്ലെ, പിന്നെ ഗോവ, ദാമൻ ദിയു തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ആരുടെ അധീനതയിലായിരുന്നു? പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു അല്ലെ. പിന്നെ ഇവര് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കല അല്ലെ, ആർട്ടിൽ രണ്ട് ആർട്ട് ഫോമുകൾ ഏതൊക്കെയാ? ചവിട്ട് നാടകം അല്ലെ. ചവിട്ട് നാടകം പിന്നെ പിന്നെ മാർഗം കളി. ചവിട്ട് നാടകം, മാർഗം കളി, ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? പോർച്ചുഗീസുകാരാ. ഓക്കെ അല്ലേ? നമ്മുടെ നാട്ടിൽ പ്രിന്റിങ് ഒക്കെ കൊണ്ടുവന്നത് ആരാ? അതും പോർച്ചുഗീസുകാരാ. സെറ്റ് അല്ലേ? അപ്പൊ പോർച്ചുഗീസുകാരെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തു നോക്കി. കിട്ടൂലേ? നിങ്ങൾ എഴുതൂല മക്കളെ? പരീക്ഷയ്ക്ക് ചോദിച്ചാ എഴുതൂലേ? ഓക്കെ, സെറ്റ് അല്ലേ. നമ്മൾ നേരത്തെ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു കോഡ്? ഫസ്റ്റ് ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ ആരായിരുന്നു? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരായിരുന്നു? പോർച്ചുഗീസുകാർ അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അല്ലെ, പോർച്ചുഗൽ ഡിസ്കസ് ചെയ്തു. അടുത്ത ഡച്ചുകാർ അല്ലെ. ആരാണ്? ഡച്ചുകാർ. ഡച്ച് അല്ലെ. ഡച്ച് എന്ന് പറഞ്ഞാല് അത് ഏതാണ് രാജ്യം? ഹോളണ്ടില്. നമ്മള് ഹോളണ്ട് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഓറഞ്ച് പട അല്ലെ. നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇത് ഹോളണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഹോളണ്ട്, അതായത് ആ രാജ്യത്തിന് മറ്റൊരു പേരാണിത് നെതർലൻഡ്. എന്താ പേര്? നെതർലൻഡ് കേട്ടോ. ഹോളണ്ട് അല്ലെങ്കിൽ നെതർലൻഡ്, ഡച്ച് എന്നൊക്കെ വിളിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡച്ച് എന്ന് പറയുന്ന രാജ്യത്തിന്റെ മറ്റുള്ള പേരുകളാട്ടോ. ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഇന്ത്യയിൽ ഡച്ചുകാര് കൈവശം വെച്ചിരുന്ന പ്രധാനപ്പെട്ട
കേന്ദ്രങ്ങളായിരുന്നു നമ്മുടെ നാഗപട്ടണം, തമിഴ്നാട്ടിലെ നാഗപട്ടണം, അതുപോലെ തന്നെ എന്താണ് ബറൂച്ച്. ബറൂച്ച് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ ഗുജറാത്തിലെ സ്ഥലമാണ് ഇത് ബറൂച്ച്. അതുപോലെ തന്നെ എന്താണ് അഹമ്മദാബാദ്. അഹമ്മദാബാദ് എവിടെയാ? ഗുജറാത്തിലെ അഹമ്മദാബാദ്. അതുപോലെ ചിൻസുര, വെസ്റ്റ് ബംഗാളിലെ ചിൻസുര. ഏതൊക്കെ സ്ഥലങ്ങൾ ഏതൊക്കെ ഒന്ന് പറഞ്ഞതാണ്? നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇതൊക്കെ എന്തായിരുന്നു? നമ്മുടെ ബ്രിട്ടീഷ്, നമ്മുടെ ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രേഡ് സെന്റേഴ്സ്, പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട ട്രേഡ് സെന്റേഴ്സ് ആയിരുന്നു. ഏതൊക്കെയാന്ന് പറഞ്ഞതാണ്? കമോൺ യു ക്യാൻ. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക? ഒന്ന് പറഞ്ഞേരി. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതാ? നാഗപട്ടണം. പിന്നെ ഏതാ? ബറൂച്ച് അല്ലെ? നാഗപട്ടണം, ബറൂച്ച്. പിന്നെ ഏതാ? അഹമ്മദാബാദ്. പിന്നെ ഏതാ? ചിൻസുര. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതാരാ? പോർച്ചുഗീസുകാർ കൈവശം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? കൊച്ചി, ഗോവ, ദാമൻ ദിയു. ഡച്ചുകാരുടെ കയ്യിൽ ആരൊക്കെയാണ്? ഡച്ചുകാരുടെ കയ്യില് നാഗപട്ടണം, ബറൂച്ച്, ചിൻസുര, അഹമ്മദാബാദ്. സെറ്റല്ലേ? സെറ്റ്. ഇനി എന്താണ് അടുത്തത്? ഡച്ച് ഡിഫീറ്റഡ് പോർച്ചുഗീസ് അല്ലെ? എന്ത് ചെയ്തു? ഡച്ചുകാരെന്ത് ചെയ്തു? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആധിപത്യത്തിനൊക്കെ ഒരു തടയിട്ടതാരാ? അത് ഡച്ചുകാരാണ് കേട്ടോ. നോക്ക്, വളരെ ഇമ്പോർട്ടന്റ് മക്കളെ. ഡച്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് വരേണ്ടത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ കുളച്ചൽ യുദ്ധം. എന്താണ്? നമ്മുടെ കുളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചൽ. രണ്ടാമത്തത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും നിങ്ങളെ മൈൻഡിലേക്ക് വരണം. ഡച്ച് എന്ന് കേൾക്കുമ്പോൾ ഹോർത്തൂസ് മലബാറിക്കസും അതുപോലെ തന്നെ നമ്മുടെ ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധം. ഈ രണ്ട് പേര് നിങ്ങളെ മൈൻഡിലേക്ക് വരണോ? ഡച്ച് എന്ന് കേൾക്കുമ്പോൾ ഈ രണ്ട് പേരും മൈൻഡിലേക്ക് വരാതെ നിങ്ങള് പരീക്ഷ എഴുതുന്ന, എക്സാം എഴുതുന്ന പഞ്ചായത്തിൽ പോലും കയറാൻ പറ്റൂല കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പൊ നോക്ക്, കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നത്? നിങ്ങൾക്കറിയോ? പണ്ടില്ലേ നമ്മുടെ നാട്ടില് ഇതേമാതിരി മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഡച്ചുകാരൊക്കെ ഇവിടെ ഉള്ള സമയത്ത് അങ്ങനെയാണോ? അല്ല. നമ്മളൊക്കെ എങ്ങനെയായിരുന്നു? മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, ട്രാവൻകൂർ അങ്ങനെയൊക്കെ അല്ലായിരുന്നു നമ്മുടെ നാട്ടിലായിരുന്നു അല്ലേ? ആ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മ. ആരാണ്? മാർത്താണ്ഡവർമ്മ അല്ലെ? ട്രാവൻകൂറിലെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമായി നടത്തിയ ഒരു യുദ്ധം അല്ലെ? ആരൊക്കെ തമ്മിലാ? മാർത്താണ്ഡവർമ്മ വേഴ്സസ് ഡച്ച് അല്ലെ? ട്രാവൻകൂറിലെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധം. ഏതാണ് യുദ്ധത്തിന്റെ പേരെന്താ? ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധം അല്ലെ? ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധം. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. സെറ്റല്ലേ? ഈ കുളച്ചൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കുളച്ചൽ നിയർ കന്യാകുമാരിയിലെ, കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു യുദ്ധം നടന്നിട്ടുള്ളത്. ഏത് വർഷമാണ് നടന്നത്? 1741. ഏത് വർഷം? 1741 അല്ലെ? ഈ യുദ്ധത്തിൽ ആരാ വിജയിച്ചേ? മാർത്താണ്ഡവർമ്മയാണ് വിജയിച്ചത് അല്ലെ? സാധാരണ ഒരു വിദേശ ശക്തി നമ്മുടെ ഇന്ത്യയിലെ രാജാക്കന്മാരായിട്ട് ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ആ വിദേശ ശക്തി യൂറോപ്യന്മാർ വിജയിച്ചിട്ടുണ്ടാവുന്നല്ലേ? പക്ഷെ ഇവിടെ ആരാ വിജയിച്ചേ? വൺ ആൻഡ് ഓൺലി മാർത്താണ്ഡവർമ്മ അല്ലെ? ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു വൺ വേർഡ് ചോദ്യം അല്ലെ? ഡച്ചുകാരെ നമ്മുടെ കേരളത്തിൽ നിന്നും തറപ്പറ്റിച്ച യുദ്ധം ഏതാ? കുളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചൽ. അടുത്തൊരു ചോദ്യം, ബാറ്റിൽ ഓഫ് കുളച്ചൽ ഏറ്റുമുട്ടിയത് ആരൊക്കെ തമ്മിലാ? മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ആരാ? നമ്മുടെ ഡച്ചുകാരും. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാ? 1741. സെറ്റല്ലേ? ഈ കുളച്ചൽ യുദ്ധത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഡച്ചുകാർക്ക് അല്ലെങ്കിൽ ഡച്ചിന് എന്ത് ചെയ്തു? ഡച്ച് ലോസ്റ്റ് ദയർ സുപ്പർമസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള അവരുടെ ആധിപത്യം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. സെറ്റല്ലേ? സെറ്റ്. പിന്നെന്താണ്? ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ് ഇത്? കുളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചൽ. സെറ്റിലെ? അടുത്തത് ഞാൻ പറഞ്ഞു, ഡച്ച് എന്ന് കേട്ടാൽ ആദ്യം മൈൻഡിൽ കയറല്ലേ? ഡച്ച് എന്ന് കേട്ടാൽ ആദ്യം മൈൻഡിൽ കയറിന്റെ പേരെന്താ? അത് കുളച്ചൽ യുദ്ധം. അതോടൊപ്പം വരേണ്ട രണ്ടാമത്തെ ഒരു പേരെന്താ? ഹോർത്തൂസ് മലബാറിക്കസ്. അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അല്ലെ? എന്താ ഹോർത്തൂസ് മലബാറിക്കസ്? എന്താ സാധനം? അതായത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് അല്ലെ? ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ്, ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ മണ്ടന്മാര് നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലായിരുന്നു. മീൻസ്
അറിയാം, പക്ഷെ നമ്മളത് വേണ്ട രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, ഉപയോഗപ്പെടുത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു ആദ്യ കാലഘട്ടത്തിലൊക്കെ കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് ഒരു പുസ്തകം തയ്യാറാക്കി. ആര്? പുറത്തുനിന്ന് വന്ന വിദേശികൾ അല്ലെ. വിദേശികൾ എന്ത് ചെയ്തു? ഒരു പുസ്തകം എഴുതി തയ്യാറാക്കി. ആ പുസ്തകത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോർത്തോസ് മലബാറിക്കസ് അല്ലെ. ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഹോർത്തോസ് മലബാറിക്കുസ് എന്നും വായിക്കാറുണ്ട് കേട്ടോ. ഹോർത്തോസ് മലബാറിക്കുസ് അല്ലെങ്കിൽ മലബാറിക്കസ്. ഓക്കെ, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നതിനെ കുറിച്ച്? ഇൻഫർമേഷൻ അബൌട്ട് 742 മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 742, എത്ര നമ്പർ എത്രയാ? 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരണം ഇവിടെ നൽകുന്നു, നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസിൽ കൊടുക്കുന്നു. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എഴുതി തയ്യാറാക്കിയത് ആരാ? ഒരു വ്യക്തിയുണ്ട്, നേതൃത്വം കൊടുത്തൊരു വ്യക്തി. എന്താ അദ്ദേഹത്തിന്റെ പേര്? ഹെൻറിക് വാൻ റീഡ് ആണ്. അത് ഒറ്റ പേരാട്ടോ, ഹെൻറിക് വാൻ റീഡ്. ഒരാളാണ് ഈ ബ്രിട്ടീഷുകാരുടെ അന്നത്തെ എന്താണ് ഡച്ചുകാരുടെ അന്നത്തെ ഗവർണർ ആയിരുന്നു. ഡച്ച് ഗവർണർ ആയിരുന്നു ആര്? ഹെൻറിക് വാൻ റീഡ്. എന്താ പേര് വായിക്കുക? ഹെൻറിക് വാൻ റീഡ്. ഹെൻറിക് വാൻ റീഡ് അല്ലെ. ഹെൻറിക് വാൻ റീഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത്? നമ്മുടെ കേരളത്തിലെ 742 വരുന്ന ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ട് ഒരു പുസ്തകം എഴുതി തയ്യാറാക്കിയത്. ആ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? എന്താ പേര്? ഹോർത്തോസ് മലബാറിക്കസ് അല്ലെ. ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ഈ ഡച്ച് ഗവർണർ ആയിട്ടുള്ള നമ്മുടെ ഈ വാൻ റീഡിനെ സഹായിച്ചിട്ടുള്ള ഒരു വൈദ്യരുണ്ട്. എന്താ പേര്? ഇട്ടി അച്യുതൻ. എന്താ പേര്? ഇട്ടി അച്യുതൻ. എന്താ പേര്? ഇട്ടി അച്യുതൻ അല്ലെ. ഇട്ടി അച്യുതൻ ഹെൽപ്ഡ് ഹിം ഇൻ ദ കോമ്പോസിഷൻ. അതായത് ഈ ഒരു പുസ്തകം എഴുതി തയ്യാറാക്കാനായിട്ട് ഹെൻറിക് വാൻ റീഡിനെ സഹായിച്ച നമ്മുടെ ഇവിടുത്തെ ഒരു വൈദ്യൻ എന്നൊക്കെ പറയാം ആളാണ് ഇട്ടി അച്യുതൻ. എന്താ പേര്? ഇട്ടി അച്യുതൻ അല്ലെ. ഇട്ടി അച്യുതൻ മാത്രമല്ല, വേറെയും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു സഹായിച്ചിട്ടുള്ള. ആരൊക്കെയായിരുന്നു? അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക ഭട്ട് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് അല്ലെ. ഈ പുസ്തകം എഴുതി തയ്യാറാക്കിയതാരാ? വാൻ റീഡ് അല്ലെ. വാൻ റീഡിനെ സഹായിച്ച മലയാളി വൈദികൻ ആരായിരുന്നു? അതായത് നമ്മളെന്താണ് മലയാളി വൈദ്യൻ ആരായിരുന്നു? ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ മാത്രമാണ് സഹായിച്ചല്ലേ, വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? അപ്പു ഭട്ട്, രംഗ ഭട്ട് ആൻഡ് വിനായക ഭട്ട് അല്ലെ. നോക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഈ പുസ്തകം ഏത് ഭാഷയിലാണ് എഴുതിയത്? ശരിക്കും നമ്മുടെ മലയാളത്തിലാണോ? അല്ല. പക്ഷെ മലയാളത്തിൽ ചില വാക്കുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പുസ്തകത്തിൽ ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാള ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാളം അക്ഷരങ്ങൾ അല്ലെങ്കിൽ മലയാളം ലിപി അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം അതേതാ? ഒരു മലയാള പുസ്തകം. അതേതാ? മലയാള പുസ്തകമല്ല, അത് ആരുണ്ടാക്കിയ പുസ്തക? അത് ഹോർത്തൂസ് മലബാറിക്കസ്, നമ്മുടെ ഡച്ചുകാരുണ്ടാക്കിയ കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങൾ, മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഇൻഫർമേഷൻസ്, വിവരങ്ങൾ നൽകുന്ന നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഹോർത്തൂസ് മലബാറിക്കസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആദ്യമായിട്ട് മലയാളത്തിൽ അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ടത് അല്ലെ. ദ ഫസ്റ്റ് ബുക്ക് ടു ബി പ്രിന്റഡ് വിത്ത് സം മലയാളം വേർഡ്സ് അല്ലെ. മലയാള അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാ? പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന പുസ്തകം മുഴുവനായിട്ട് മലയാളത്തിലൊന്നല്ല, മലയാളത്തിലെ ചില വാക്കുകളും ചില സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. ഈ പുസ്തകം പൂർണ്ണമായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ, തർജ്ജമ ചെയ്ത ആളാരാ? മലയാളത്തിലേക്കും അതുപോലെ തന്നെ ഏതിലേക്കും? ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തതാരാ? ഡോക്ടർ KS മണിലാൽ. ആരാണ്? ഡോക്ടർ KS മണിലാൽ അല്ലെ. ഡോക്ടർ KS മണിലാൽ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ആരെ കുറിച്ച് നോക്കി? ഫ്രഞ്ചുകാരെ കുറിച്ച് നോക്കി അല്ലെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലേക്ക് കടൽ മാർഗം വന്ന രണ്ടാമത്തെ യൂറോപ്യൻ ശക്തികൾ ആരാ? അത് ഫ്രഞ്ചുകാരാ അല്ലെ. ഫ്രഞ്ചുകാര് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു? വന്നു. ഞാൻ ചോദിക്കട്ടെ, ഫ്രഞ്ചുകാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് രണ്ട് സാധനങ്ങളാണ് പ്രധാനമായിട്ടും. അതേതൊക്കെയാ? ഒന്ന് ഹോർത്തൂസ് മലബാറിക്കസും പിന്നെ ഏതാണ്? ഒന്ന് ഹോർത്തൂസ് മലബാറിക്കസും, രണ്ടാമത് എന്തായിരുന്നു? മറന്നുപോയോ? നമ്മളിപ്പോൾ പഠിച്ചിട്ടല്ലോ. ഏതാ? കുളച്ചൽ, ബാറ്റിൽ ഓഫ് കുളച്ചൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ഡച്ചുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാ? നമുക്ക് ഓർമ്മ ഉണ്ടാക്കട്ടെ. ഏതൊക്കെ സ്ഥലങ്ങളിലാ ഡച്ചുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഏതാ? ഒന്ന് അഹമ്മദാബാദിലെ, നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദ്. പിന്നെ ഏതാ? ഗുജറാത്തിലെ തന്നെ ഏതാണ്? ബറൂച്ച്. ഗുജറാത്തിലെ തന്നെ ബറൂച്ച്. പിന്നെ ഏതാ ഒരു സ്ഥലം?
പിന്നത്തെ ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ ചിൻസുര, വെസ്റ്റ് ബംഗാളിലെ ചിൻസുര എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ നാഗപട്ടണം, ചിൻസുര, പിന്നെ ഏതാണ് എന്താണ് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഈ 4 സ്ഥലങ്ങളായിരുന്നു പ്രധാനമായിട്ടും ആരുടെ കയ്യിലുണ്ടായിരുന്നത്? ഡച്ചുകാരുടെ കയ്യിലുണ്ടായിരുന്നത്. ഡച്ചുകാർ കേരളത്തിലെ 742ഓളം വരുന്ന ഔഷധ സസ്യങ്ങളെ കുറിച്ച്, മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഇൻഫർമേഷൻ നൽകിയ പുസ്തകത്തിന്റെ പേരെന്താ? ഹോർത്തോസ് മലബാറിക്കസ് അല്ലെ. ഹോർത്തോസ് മലബാറിക്കസ് എഴുതി തയ്യാറാക്കിയത്, അതിന്റെ നേതൃത്വം നൽകിയ ആളാരാ? നമ്മുടെ ഹെൻറിക് വാൻ റീഡ്, ഡച്ച് ഗവർണറായിട്ടുള്ള ഹെൻറിക് വാൻ റീഡിനെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മലയാളിയായിട്ടുള്ള ഒരു വൈദ്യൻ ഉണ്ടായിരുന്നു. എന്താ പേര്? ഇട്ടി അച്യുതൻ മാത്രമാണോ സഹായിച്ചില്ല? വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നത്. അപ്പു ഭട്ട് അല്ലെ. എന്തൊക്കെയായിരുന്നു പേര്? അപ്പു ഭട്ട്, പിന്നെ രംഗഭട്ട്, വിനായക ഭട്ട് അല്ലെ. ആദ്യമായിട്ട് മലയാളം അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ട പുസ്തകം ഏതാ? ഹോർത്തോസ് മലബാറിക്കസ്. ഓക്കെ ആണോ? ഹോർത്തോസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാ? ഡോക്ടർ KS മണിലാൽ. ആരായിരുന്നു? ഡോക്ടർ KS മണിലാൽ അല്ലെ. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാ നടത്തിയത്? കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാ? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മ എവിടുത്തെ രാജാവായിരുന്നു? തിരുവിതാംകൂറിലെ രാജാവായിരുന്നു അല്ലെ. ഏത് വർഷം കുളച്ചൽ യുദ്ധം നടന്നത്? 1741. ഏത് വർഷം? 1741 എന്ത് ചെയ്തത്? നമ്മുടെ കുളച്ചൽ യുദ്ധം നടന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ ആരൊക്കെ കുറിച്ച് പഠിച്ചോ? നമ്മള് പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചോ. പിന്നെ ആരെ കുറിച്ച് പഠിച്ചോ? ഡച്ചുകാരെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഈ പോഡ ബീഫ് അല്ലെ. മൂന്നാമത്തെ ആരായിരുന്നു? ബ്രിട്ടൻ ആണ്. ബ്രിട്ടനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിന് മുന്നേ നമുക്ക് ആരെ കുറിച്ച് പഠിക്കാം? നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ച് പഠിക്കാം അല്ലെ. ഫ്രഞ്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂറോപ്യൻ ശക്തിയായിരുന്നു ഏത്? ഫ്രഞ്ച് അല്ലെ. നമ്മുടെ ഫ്രാൻസ് അല്ലെ. നമുക്ക് നോക്കാം എന്താണ് ഫ്രഞ്ചും അതുപോലെ തന്നെ ബ്രിട്ടനും. ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ള യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. എന്താ വിളിക്കുക? കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലെ. എന്താണ്? ബ്രിട്ടീഷ് വേഴ്സസ് ഫ്രഞ്ച് ഫോർ ഡൊമിനൻസ് ഇൻ സൗത്ത് ഇന്ത്യ ആർ നോൺ ആസ് ദ കർണാട്ടിക് വാർ. എന്താ വിളിക്കുക? കർണാട്ടിക് വാർസ്. തെക്കേ ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ ആണോ? ഞാൻ ചോദിക്കട്ടെ, ഫ്രഞ്ചുകാര് നമ്മുടെ സൗത്ത് ഇന്ത്യ, നമ്മുടെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശിന്റെ സദേൺ ഭാഗം, ദക്ഷിണ ഭാഗം അല്ലെ, ഇവിടത്തൊക്കെ ഇവിടെയുള്ള മൊത്തത്തിൽ വിളിക്കുന്ന ആ സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേര്, തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കർണാട്ടിക് എന്ന് വിളിക്കുക. ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണത് കർണാട്ടിക്. ഈ കർണാട്ടിക്കിൽ വെച്ചിട്ട് 2 വിദേശ ശക്തികൾ തമ്മിൽ യുദ്ധം നടന്നു. ഏതൊക്കെ വിദേശ ശക്തികൾ? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നമ്മുടെ കർണാട്ടിക് പ്രദേശത്ത് വെച്ച് നടന്ന യുദ്ധങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? കർണാട്ടിക് യുദ്ധങ്ങൾ. എന്താ വിളിക്കുക? കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധങ്ങൾ കുറേ നടന്നിട്ടുണ്ട്. 1-ാം കർണാട്ടിക് യുദ്ധം, 2-ാം കർണാട്ടിക് യുദ്ധം, 3-ാം കർണാട്ടിക് യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കർണാട്ടിക് യുദ്ധങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലാ? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചും അല്ലെ. ബ്രിട്ടീഷ് വേഴ്സസ് ഫ്രഞ്ച് എവിടെ വെച്ചാണ് നടന്നത്? സൗത്ത് ഇന്ത്യയില്. ഓക്കെ ആണോ? ഓക്കെ. ആ യുദ്ധത്തിൽ ആരാ ജയിച്ചെന്നിട്ട്? ബ്രിട്ടീഷ് വോൺ. ആരാ ജയിച്ചത്? ബ്രിട്ടീഷുകാർ വിജയിച്ചു. ആര് പരാജയപ്പെടുത്തു? ഫ്രഞ്ചുകാര് പരാജയപ്പെട്ടു അല്ലെ. ഫ്രഞ്ച് ഈ യുദ്ധത്തോടു കൂടി എന്ത് ചെയ്തു? ഫ്രഞ്ച് ഡൊമിനൻസ് വാസ് റെഡ്യൂസ്ഡ് ടു പോണ്ടിച്ചേരി, യാനം, കാരിക്കൽ ആൻഡ് മാഹി അല്ലെ. ഈ ഫ്രഞ്ചുകാര് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ കൈയടക്കി വെച്ചിരുന്ന പ്രദേശമായിരുന്നു ഇത് നമ്മുടെ പോണ്ടിച്ചേരി, പുതുച്ചേരി അല്ലെ. പോണ്ടിച്ചേരി നമ്മുടെ കേരളത്തിലെ ഒരു കണ്ണൂരിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാ? മാഹി. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള മാഹി, പോണ്ടിച്ചേരി, കാരക്കൽ, ഈ പിന്നെന്താണ് കാരക്കൽ, യാനം. ഈ സ്ഥലങ്ങളൊക്കെ ഏതാണ്? നമ്മുടെ ഫ്രഞ്ചുകാരുടെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാ? പോണ്ടിച്ചേരി, പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി അല്ലെ. ഏതാണ്? പുതുച്ചേരി, പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. ഈ സ്ഥലങ്ങളൊക്കെ ആരുടെ കയ്യിലുണ്ടായിരുന്നത്? ആരുടെ കയ്യിലാ? നമ്മുടെ ഫ്രഞ്ചുകാരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ആരൊക്കെ കുറിച്ച് പഠിച്ചു? ഫ്രഞ്ചിന് ഫസ്റ്റ് നമ്മൾ ആരെ കുറിച്ച് പഠിച്ചോ? നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചു. പിന്നെ ആരെ കുറിച്ച് പഠിച്ചു? ഡച്ചുകാരെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ ആരെ കുറിച്ച് പഠിച്ചു? കമോൺ,
നമ്മുടെ ഫ്രഞ്ചുകാരും പോർച്ചുഗൽ, ഡച്ച്, ഫ്രഞ്ച് ഈ 3 ടീമിനെ കുറിച്ച് എന്ത് ചെയ്തു പഠിച്ചു. അവരൊക്കെ ഇവിടെ കൈയടക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിച്ച അവരുടെ കച്ചവട കേന്ദ്രങ്ങൾ കൂടുതലായിട്ട് സ്ഥിതി ചെയ്ത നമ്മുടെ രാജ്യത്തെ ചില സ്ഥലങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്രോഡീകരിക്കാം, ഒന്ന് ഓർഡർ ആക്കി എടുക്കാം അല്ലേ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സ്ഥലങ്ങൾ നോക്കാം അല്ലെ. പോർച്ചുഗീസ് നമ്മുടെ നാട്ടിൽ കയ്യിൽ വെച്ചിരുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാം. പോർച്ചുഗീസുകാർ പറഞ്ഞാണി ഏതൊക്കെയാ? കൊച്ചി, പിന്നെ ഏതാ? ഗോവ, ദാമൻ ദിയു. പോർച്ചുഗീസുകാരുടെ കീഴിലുണ്ടായ സ്ഥലങ്ങൾ ഏതൊക്കെയാ? കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദിയു. നമ്മുടെ കേരളത്തിലെ കൊച്ചി, ഗോവ, അതുപോലെ തന്നെയാണ് ദാമൻ ദിയു ഐലൻഡ് ദ്വീപുകൾ ഒക്കെ ആണല്ലോ. അതേപോലെ നമ്മുടെ ഡച്ചുകാർ കൈവശം വെച്ചിരുന്ന സ്ഥലം, നാഗപട്ടണം. എവിടെയാണ്? തമിഴ്നാട്ടിലെ നാഗപട്ടണം. ചിൻസുര വെസ്റ്റ് ബംഗാളിലെ, നമ്മുടെ പശ്ചിമ ബംഗാളിലെ ചിൻസുര. പിന്നെ ഏതാണ്? അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദ്, ഗുജറാത്തിലെ തന്നെ ബറൂച്ച് അല്ലെ. നമ്മുടെ ഫ്രഞ്ചുകാർ കൈവശം വെച്ചിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? പോണ്ടിച്ചേരി, മാഹി അല്ലെ. പിന്നെ ഏതാ? കാരിക്കൽ, യാനം. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഈ സ്ഥലങ്ങളൊക്കെ ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണെന്നുള്ള ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എന്ത് ചെയ്യണം, നോക്കി പോകണം. ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സാമിന് മാപ്പിൽ അടയാളപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാം, വന്നേക്കാം അല്ലെ. ആദ്യം പോർച്ചുഗീസുകാരുടെ പി ആരാ? പോർച്ചുഗീസുകാരുടെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ നമുക്കറിയാം. ഏതൊക്കെയായിരുന്നു? കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദിയു അല്ലെ. ഈ റെഡ് മാർക്ക് ചെയ്തത് കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദിയു അല്ലെ. കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദിയു അല്ലെ. ഇത് എവിടെയായിരുന്നു? പോർച്ചുഗീസുകാരുടെ കീഴിലാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചായിരുന്നു ഡച്ചുകാരുടെ കീഴിലുള്ള സ്ഥലം നമുക്കറിയാം അല്ലെ. ഡച്ചുകാരുടെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? ഡച്ചുകാരുടെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഏതൊക്കെ? നമ്മുടെ അഹമ്മദാബാദ് എവിടെയാ? ഗുജറാത്തില്. അതുപോലെ എന്താണ്? ബറൂച്ച് എവിടെയാ? അതും എവിടെ തന്നെയാ? ഗുജറാത്തില്. നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ള ഏതാണ്? ചിൻസുര. തമിഴ്നാട്ടിലെ എന്താണ്? നാഗപട്ടണം അല്ലെ. അപ്പൊ ഡച്ചുകാരുടെ കീഴിൽ ഏതൊക്കെയാ? തമിഴ്നാട്ടിലെ നാഗപട്ടണം. പിന്നെ ഏതൊക്കെയാണ്? നമുക്ക് എന്ത് ചെയ്യാം? അഹമ്മദാബാദ്. പിന്നെ ഏതാ? ഇതാണ് ബറൂച്ച്. പിന്നെ ഏതാ? നമുക്ക് ചിൻസുര അല്ലെ. ഒരു കോഡ് പോലെ അല്ലേ? ABC അല്ലെ. ഡച്ചുകാരേതാ? D അല്ലെ. അപ്പൊ ഡച്ചുകാരുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? ABCD. അഹമ്മദാബാദ്, ബറൂച്ച്, ചിൻസുര. ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചത് ആരായിരുന്നു? ബ്രിട്ടൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പിന്നെ ആരായിരുന്നു? ഫ്രാൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു അല്ലെ. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ തന്നെ ഉള്ളിൽ കിടക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണിത്. മാഹി ആരുടെ കീഴിലായിരുന്നു? ഫ്രഞ്ചുകാരുടെ കീഴിലായിരുന്നു. മാഹി മാത്രമാണോ? അല്ല. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം അല്ലെ. നമ്മുടെ കേരളത്തിന്റെ ഉള്ളിലുള്ള ഇതാണ് മാഹി. കണ്ടോ? മാഹി കേരളത്തിലെ കണ്ണൂർ ജില്ലക്കുള്ളിൽ കുടുങ്ങി കിടക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് മാഹി. അതുപോലെ തന്നെ എന്താണ്? അവിടെ യാനമുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ പോണ്ടിച്ചേരി, തമിഴ്നാട്ടിനുള്ളിൽ കിടക്കുന്ന പോണ്ടിച്ചേരി, തമിഴ്നാട്ടിനുള്ളിൽ തന്നെയുള്ള കാരക്കൽ. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. കിട്ടൂലേ? നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാ. മക്കൾ എന്ത് ചെയ്യണം? എൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചു പോരണം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പഠിച്ച കാര്യങ്ങൾ മൈൻഡിൽ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം? നോക്കണം. എൻ്റെ കൂടെ എന്ത് ചെയ്യണം? അതിങ്ങനെ വീണ്ടും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഈ ചാപ്റ്റർ ഇനി ഒരുപാട് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബാക്കി ക്ലാസ്സുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം? തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്ത് ചെയ്യാം? കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും എന്താണ്? നന്ദി. താങ്ക് യു.